ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതായിരുന്നു ഇന്നലത്തെ പ്രധാന വിഷയം. വളരെ ദൂരത്തുള്ള ഒരു വസ്തുവിനെ ഒരാൾ കണ്ടില്ലെങ്കിൽ ആശ്ചര്യപ്പെടാനില്ല. ഈയിടെ പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു, എത്രയോ ലക്ഷം കോടി പ്രകാശവർഷം ദൂരത്തിൽ ഒരു ഗ്രഹം, പുതിയൊരു ഗ്രഹം കണ്ടെത്തി എന്നുണ്ടായിരുന്നു. അത് ഇത്രകാലം കണ്ടില്ല എന്നുള്ളതിൽ നമുക്ക് ആശ്ചര്യമൊന്നുമില്ല, കണ്ടെത്തിയതാണ് ആശ്ചര്യം. പക്ഷേ ഇത്രയൊക്കെ ദൂരത്തുള്ള വസ്തുവിനെ കണ്ടെത്തുന്നു. ബ്രഹ്മാണ്ടം മുഴുവൻ ആരാഞ്ഞ് പലതും കണ്ടുപിടിക്കുന്നു. സമുദ്രത്തിൻ്റെ ഉള്ളിൽ പലതും കണ്ടെത്തണുണ്ട്. ഡീപ് സീ റിസർച്ച് എന്ന് പറഞ്ഞു 10,000 അടി ചുവട്ടിലൊക്കെ പോയിട്ട് റിസർച്ച് ചെയ്യണു അത്രേ, സമുദ്രത്തിൻ്റെ ഉള്ളിൽ അവിടെയുള്ള പ്രാണികളെക്കുറിച്ചൊക്കെ. അപ്പോ ഇത്രയൊക്കെ ഗവേഷണം ചെയ്യുന്ന മനുഷ്യബുദ്ധി ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ വിട്ടുകളഞ്ഞു പോലോ അതൊരാശ്ചര്യം. ഏറ്റവും അടുത്തുള്ളത് മൂക്കത്ത് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി കാണാനില്ല എന്ന് പറഞ്ഞു വീട്ടിൽ ശണ്ടയുണ്ടാക്കി ഡൈവേഴ്സ് വരെ എത്തിയത്രേ, ഭാര്യയും ഭർത്താവും കൂടെ. അവരും ശ്രദ്ധിച്ചില്ല. ഇയാൾ പറയണത് കേട്ട് അന്വേഷിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ മൂക്കത്ത് വെച്ചിട്ടാ അന്വേഷിക്കണത് കണ്ണാടി. ആ കണ്ണാടിയിലൂടെയാണ് കണ്ണാടിയെ അന്വേഷിക്കണത്. ആ കണ്ണാടിയിലൂടെ നോക്കിയിട്ടാണ് കണ്ണാടി എവിടെയെന്ന് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നിലൂടെയാണ് പ്രപഞ്ചത്തിനെ കാണുന്നത്. വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരോട് നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അതേപോലെ വിവേകാനന്ദ സ്വാമികളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, സ്വാമിജി നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? സർ, ഹാവ് യു സീൻ ഗോഡ്? അതിന് വിവേകാനന്ദ സ്വാമികൾ ജ്ഞാനപരമായിട്ട് ഉത്തരം പറഞ്ഞു, ഐ ഹാവ് സീൻ നത്തിങ് ബട്ട് ഗോഡ്. ഇഫ് ഐ ഹാവ് ടു സീ യു, ഐ ഹാവ് ടു സീ യു ത്രൂ ഗോഡ്. ഞാൻ ഈശ്വരനല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. എനിക്ക് തന്നെ കാണണമെങ്കിൽ എനിക്ക് ഈശ്വരനിലൂടെ വേണം കാണാൻ. ഈശ്വരനാണ് എൻ്റെ ഉള്ളിലുള്ള ബോധം, പ്രജ്ഞ, അനുഭവസ്വരൂപമായിട്ട്. കൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ വസുദേവർ ഭഗവാനെ കേവലാനുഭവസ്വരൂപൻ എന്നാണ് സ്തുതിക്കുന്നത് ഭാഗവതത്തില്. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേഃ പരഃ കേവല അനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിദൃക്. കേവലമായ അനുഭവാനന്ദസ്വരൂപൻ, എക്സ്പീരിയൻസ് ആണ് ഭഗവാന്റെ സ്വരൂപം, അനുഭൂതി. അപ്പൊ ഏറ്റവും അടുത്തുള്ള വസ്തു, ആ ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ കാണാതെ എത്രയോ ജന്മങ്ങൾ ചുറ്റിത്തിരിയണം, അലഞ്ഞു നടക്കണം. എന്നിട്ട് അവസാനം കണ്ടെത്തുമ്പോൾ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ആ കണ്ടെത്തിയ ആൾക്ക് തന്നെ ആശ്ചര്യം തോന്നും. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം കണ്ടെത്താൻ ഞാൻ ഇത്രയൊക്കെ മെനക്കെടേണ്ടി വന്നു എന്ന്. മൂക്കത്ത് തൊടാനായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് തൊടണ പോലെ വളരെ അടുത്തുണ്ട് വസ്തു. ഇത് കണ്ടെത്താൻ ഇത്ര സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ടുള്ളത് കണ്ടെത്താൻ ഇത്രയൊക്കെ വേണ്ടി വന്നു. സംസാരബന്ധം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പറഞ്ഞാൽ തന്നെ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എത്ര തടസ്സമുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, ഈ തടസ്സങ്ങളൊക്കെ കടന്നിട്ട് വേണ്ടേ സ്വതന്ത്രനാവാൻ എന്ന ഉടനെ നമുക്ക് വാദം വരും. ഒരു ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മുക്തി എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ്, സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളുടെ നേച്ചർ, നമ്മളുടെ സ്വരൂപമാണ്. യാതൊരു ബന്ധവും ആത്മാവിനില്ല, ബന്ധമൊക്കെ വെറും ഭ്രമമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ശിഷ്യൻ പറഞ്ഞു, അങ്ങ് പറയണത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ബന്ധമൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അങ്ങ് ഭ്രമമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആ ഗുരു പറഞ്ഞു, ശരി, ഇപ്പൊ വിശ്വസിക്കണ്ട, വിട്ടുകളയുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, കുറേ ദിവസമായി നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം, നമുക്കിന്ന് കളിക്കാം. ഗുരുവും ശിഷ്യന്മാരും കൂടെ ഒരു കളി.
അതിൽ അന്ന് ചോദ്യം ചോദിച്ച ആ ശിഷ്യനുണ്ടല്ലോ, അയാളാണ് കളിക്കാൻ മുഖ്യമായി തിരഞ്ഞെടുത്തത്. എന്നിട്ട് പറഞ്ഞു, എന്താ കളി എന്ന് വെച്ചാൽ ഈ ചുമരിൽ നിന്ന് ആ ചുമര് പോയി തൊടണം. കണ്ണ് കെട്ടും, കണ്ണ് തുണി കൊണ്ട് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അവിടെ പോയി തൊടണം. എത്ര നേരം വേണം? ഓടിയാൽ 1/4 മിനിറ്റ് മതി. 1/4 മിനിറ്റ് പോലും വേണ്ട അല്ലേ അവിടെ പോയി തൊടാനായിട്ട്. അത്രയും വേഗം പോവാം. പക്ഷേ വഴിയിൽ കുറേ തലകണ വെച്ചു, ഒരു 10-50 തലകണ വെച്ചു. ഈ തലകണയിലൊന്നും കാല് തൊടാതെ ആ ചുവര് പോയി തൊടണം. ഇതാണ് കളി. ഇത് ആദ്യം തലകണയൊക്കെ കാണിച്ചു കൊടുത്തു, എവിടെയൊക്കെ ആ തലകണ ഉള്ളത് എന്ന് കാണിച്ചു കൊടുത്തു. ഓരോ പൊസിഷനും തലകണയുടെ ഒരു പ്രത്യേക ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഈ ശിഷ്യൻ നല്ലവണ്ണം നോക്കി മനസ്സുകൊണ്ട് കണക്കിട്ടു എവിടെയൊക്കെ ആ തലകണ ഉള്ളത്. അത് കഴിഞ്ഞ് കണ്ണ് കെട്ടി. കണ്ണ് കെട്ടിക്കഴിഞ്ഞ് 1, 2, 3, 25 വരെ എണ്ണി. 25 എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങണം. ഇദ്ദേഹം പതുക്കെ ഒരു കാലെടുത്ത് വെച്ചു. അവിടെ തലകണയില്ല എന്ന് ഉറപ്പാക്കിയിട്ട് കാലമർത്തി. എന്നിട്ട് പതുക്കെ അടുത്ത കാലെടുത്ത് വെച്ചു. അപ്പോഴേക്കും ആളുകൾ ശബ്ദിക്കും. ശബ്ദിച്ചാൽ ഇയാൾ കാല് പുറകോട്ട് വലിക്കും, തലകണ ഉണ്ടോ എന്ന് പേടിച്ചിട്ട്. എന്നിട്ട് പിന്നെ പതുക്കെ ഒരടി വയ്ക്കും. അവിടെ കട്ടവരൽ മാത്രമേ വയ്ക്കുള്ളൂ, തലകണ ഇല്ല എന്ന് ഉറപ്പാക്കാൻ. എന്നിട്ട് അമർത്തും. ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ നടന്നിട്ട് പകുതി ദൂരം എത്തി. കുറച്ചൊന്ന് വിശ്രമിച്ചു. എന്നിട്ട് പിന്നെയും നടന്നു. ഇങ്ങനെ ഒരു 1-1.5 മണിക്കൂർ ഇയാളെ അവർ വേണമെന്ന് വെച്ച് ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇയാൾക്ക് എവിടെയെങ്കിലും ചവിട്ടുപോകുമോ എന്നൊക്കെ പേടി. ഒരു തലകണയിൽ പോലും കാല് തൊടാതെ അവിടെ പോയി തൊട്ടപ്പോ വലിയ ഒരു നേട്ടം നേടിയ പോലെ ഇയാൾക്കൊരു സന്തോഷം. ആളുകളൊക്കെ ചിരിക്കുകയും ചെയ്യണം. ഇയാൾ കെട്ടയച്ച് നോക്കിയപ്പോഴാ അബദ്ധം മനസ്സിലായത്, വഴിയിൽ ഒറ്റ തലകണയില്ല. കണ്ണ് കെട്ടിയപ്പോ തന്നെ ഒക്കെ എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇയാളുടെ ഉള്ളിൽ മുഴുവൻ തലകണയാണ്. ഒരുപാട് തടസ്സമാണ്. ഉള്ളിൽ മുഴുവൻ ഇത്രയും തലകണ ഉണ്ടെന്ന് കണക്ക് കൂട്ടി വെച്ചപ്പോ കണ്ണ് കെട്ടിയതും അതൊക്കെ എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇയാൾ മനസ്സുകൊണ്ട് ഇവിടെ തലകണയുണ്ട്, ഇവിടെ തലകണയുണ്ട്, ഇവിടെ തലകണയുണ്ട്. അതുണ്ടായിരുന്നാൽ എത്ര വിഷമം ഉണ്ടാവുമോ അത്രയും വിഷമിച്ചിട്ട് പോയി സ്പർശിച്ചു. അപ്പൊ ഈ ഗുരു ഈ ശിഷ്യനോട് പറഞ്ഞു, എത്ര ഇതുപോലെയാണ് തൻ്റെ കാമമുണ്ട്, ക്രോധമുണ്ട്, അസൂയയുണ്ട്, എനിക്ക് തടസ്സമുണ്ട് എന്നുള്ള ഭ്രമം. ഉണ്ട് എന്ന് വിചാരിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ഉറപ്പിച്ചു ഇല്ല. ഇവിടെ യാതൊരു തടസ്സവുമില്ല. തടസ്സമില്ല എന്ന് ഉറപ്പിക്കാനുള്ള വിശ്വാസ ബലം ഉണ്ടെങ്കിൽ യാതൊന്നും തന്നെ ബാധിക്കില്ല. ഉണ്ടെന്ന് സങ്കല്പിച്ച ഈ തലകണ പോലെയാണ്. ഉള്ളിൽ ഉണ്ടെന്ന് തോന്നും, അതിനൊക്കെ തരണം ചെയ്യേണ്ടി വരും. അപ്പോ ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം, ആശ്ചര്യമായിട്ട് ഈ ആത്മാവിനെ ചിലർ കണ്ടെത്തുന്നു. അതാണ് ഇന്നലത്തെ വിഷയം. കണ്ടെത്തി അനുഭവിച്ചവരും അത് കേൾക്കാൻ യോഗ്യതയുള്ളവരെ കണ്ടപ്പോ ആശ്ചര്യം എന്ന പോലെ പറയുന്നു. ഭഗവാൻ ഇവിടെ ഇത്ര കാലം പറഞ്ഞില്ല, ഇപ്പോഴാണ് അർജുനനോട് പറയണത്. ആശ്ചര്യവത് വദതി. അർജുനന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അർജുനൻ കേൾക്കില്ലായിരുന്നു. കേൾക്കാനുള്ള മെന്റൽ പ്രിപ്പറേഷൻ, പക്വത ഉണ്ടാക്കിയ ശേഷം പറഞ്ഞപ്പോ ആശ്ചര്യവച്ചേനം അന്യശൃണോതി, കേട്ടു. കേട്ടിട്ട് ചിലർ മനസ്സിലാക്കും, ചിലർ മനസ്സിലാക്കില്ല. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. പലരും ശരിക്ക് കേട്ടിട്ടില്ലാത്തവരുണ്ടല്ലോ. വേറെ പലരും അടുത്ത് നിൽക്കണവർ പലരും കേട്ടിട്ടുണ്ടാവും. കൃഷ്ണൻ പറയുമ്പോ അല്ലെ, യുദ്ധഭൂമിയിൽ വളരെയധികം ഒറ്റപ്പെട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. അടുത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അവർ പലരും ഇങ്ങനെ ഭഗവാൻ പറയണതൊക്കെ കേട്ടുകൊണ്ടിരുന്നുണ്ടാവും. അവരൊക്കെ അവരിൽ ചിലർ ഉറങ്ങിയിട്ടുണ്ടാവും. ചിലർ ഇത് എന്താപ്പാ ഈ യുദ്ധഭൂമിയിൽ ഇയാള് ഫിലോസഫി പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പലരും ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതായിരുന്നു ഇന്നലത്തെ മുഖ്യമായ വിഷയം. ഇത് കഴിഞ്ഞു ഭഗവാൻ പറഞ്ഞു, സ്വധർമ്മത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചാലും ഈ യുദ്ധം ചെയ്യാതിരിക്കരുത്. ഈ ധർമ്മയുദ്ധം തനിക്ക് വീണ് കിട്ടിയ ഭാഗ്യമാണ്. ഈ ധർമ്മയുദ്ധം ചെയ്യണത് കൊണ്ട് സ്വർഗദ്വാരം അപാവൃതം, ഉയർന്ന ജീവിതത്തിലേക്കുള്ള ദ്വാരം തുറന്നു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ ബ്രഹ്മവിദ്യയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഈ യുദ്ധം ചെയ്താൽ ഒന്നിൽ ഉയർന്ന ജീവിതം, അല്ലെങ്കിൽ ജയിച്ചാലോ ഇവിടെ
സുഖമായി രാജ്യം അനുഭവിക്കാം. രണ്ടായാലും നല്ലതാണ്. അതുകൊണ്ട് ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയിച്ചിട്ട് ഉത്തിഷ്ഠ കൗന്തേയ എഴുന്നേക്കൂ. യുദ്ധായ കൃതനിശ്ചയഃ യുദ്ധത്തിനായിട്ട് നിശ്ചയിച്ചവനായിട്ട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. ഈ ശ്ലോകം കർമ്മപ്രേരകമാണ് ഇവിടെ. അതായത് കർമ്മം ചെയ്യാനുള്ള വാസനയുണ്ട്. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും സാധാരണ പ്ലെയിനിൽ, സാധാരണ തലത്തിൽ ഓരോ കർമ്മവും നമ്മളുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ മനസ്സ് എന്ന് പറയണത് ഒരു മെഴുകു പ്ലേറ്റ് പോലെയാണ്. ഇപ്പം നമ്മൾ പറയണതൊക്കെ ഈ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ നമ്മളുടെ മനസ്സിലും ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ഏർപ്പെടുന്ന ഓരോ വികാരവും ഒരു വര വരയ്ക്കും. ഞാനിപ്പോൾ ആരുടെടുത്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെടുന്നത് ഒരു വികാരം ഒരു വര വരയ്ക്കും. അതിന് വൃത്തി എന്നു പേര്. ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടു, ഒരാളെ കണ്ടിട്ട് ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടാൽ ഒരു വര വീണു, അത് വൃത്തി. വീണ്ടും അടുത്ത ദിവസം അയാളോട് ദേഷ്യപ്പെട്ടാൽ ആ വൃത്തി ഒന്നുകൂടെ ആഴമാവും. അങ്ങനെ വൃത്തി നല്ലവണ്ണം ആഴമായാൽ അതിന് സ്വയമേവ ജീവൻ വയ്ക്കും. അതിന് സംസ്കാരം എന്ന് പേര്. അതായത് ആ സമയമായാൽ അയാളെ കണ്ടാൽ പിന്നെ ദേഷ്യപ്പെടണം തോന്നും. അതാണ് അതിന് ജീവൻ വയ്ക്കും എന്ന് പറയണത്. മനസ്സിൽ നമ്മൾ വളരാൻ അനുവദിച്ചാൽ, വൃത്തി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നാൽ, ചിലർ കണ്ടിട്ടുണ്ടോ വീട്ടിൽ കുറേ ശണ്ടം കൂടി 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 പരിശീലിച്ചു കഴിഞ്ഞാൽ, ചിലരുടെ വീട്ടിൽ മോർണിംഗ് പ്രോഗ്രാമാണ്, രാവിലെ 6 to 9 ലഹള കൂട്ടിയേ സാധ്യമാവും. നിലവിളിക്കണം. അവർക്ക് തന്നെ അറിയില്ല 10 മണി കഴിഞ്ഞാൽ ഇയാളാണോ നിലവിളിച്ചതെന്ന് തോന്നും. അത്ര ശാന്തമായി കളയും. അവരുടെ ഉള്ളിൽ ഈ കോപത്തിൻ്റെ, ദ്വേഷത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരിക്കണം. അവർ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്യണത്. ആ സമയമാവുമ്പോൾ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അവര് അതിനടിമയാണ്. ഒരു തരത്തിലൊരു ബാധയാണ്. അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാപ്പി കുടിക്കണ പോലെ. കാപ്പി കുടിച്ചു, ആദ്യം കാപ്പി കുടിച്ചു പഴകി, പിന്നെ രണ്ടാമതും കുടിച്ചു, പിന്നെ കുറെ കഴിഞ്ഞാൽ ആ സമയമായാൽ കാപ്പി കുടിച്ചിട്ടില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. ആ സമയമായാൽ കാപ്പി കുടിക്കണം, അല്ലെങ്കിൽ തലവേദനിക്കും. അതേപോലെ കോപിക്കൽ, മാനസിക വൃത്തികളും അതേപോലെയാണ്. ഈ വൃത്തികൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സംസ്കാരമായിട്ട് മാറും. സംസ്കാരം, ഇങ്ങനെ എത്രയോ സംസ്കാരം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ധാരാളം സംസ്കാരം. ഓരോ വിഷയത്തിനെയും മനസ്സിൽ പിടിച്ചു വെക്കും സംസ്കാരം. ആ സംസ്കാരത്തിനെ വെച്ചാണ് പിന്നെ നമ്മൾ ലോകത്തിനെ കാണുന്നത്. സംസ്കാരത്തിനെ വെച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത്. എനിക്കൊരു സംസ്കാരമുണ്ട്, കുറേ കേട്ടതും അനുഭവിച്ചതിൻ്റെയും ഒരു സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നത്. ലോകത്തിലെ ഓരോ ദൃശ്യത്തിനെയും ഞാൻ അളക്കണതും അങ്ങനെയാണ്. ഇപ്പൊ തെരുവിലിറങ്ങി നടക്കുമ്പോൾ എന്തോ ഓടി വരണു. ആ ഓടി വരുന്ന ചിത്രം കണ്ണിൽ വീണു. കണ്ണിൽ നിന്നും അത് മനസ്സിൽ വീണു. മനസ്സിൽ വീണ ഉടനെ ബുദ്ധി പ്രവർത്തിച്ചിട്ട് ആ രൂപത്തിനെ ഇന്റർപ്രറ്റ് ചെയ്തു. അത് നായാണ്, അത് കടിക്കാൻ വരണു, ആരെയോ കടിക്കാൻ വരണു എന്ന് ബുദ്ധി പറഞ്ഞു. ഉടനെ ഉള്ളിലുള്ള അഹങ്കാരം അതെന്നെ കടിക്കാൻ വരണു എന്ന് പറഞ്ഞു. എന്നിട്ട് ശരീരത്തിനോട് പറഞ്ഞു മരത്തിന്റെ മേലേക്ക് കയറ്, അല്ലെങ്കിൽ കല്ലെടുക്ക്. ശരീരം പ്രവർത്തിച്ചു. ഇങ്ങനെയാണ് ഓരോ വിഷയവും. ഈ നായാന്ന് എങ്ങനെ മനസ്സിലായി? കുട്ടിക്കാലത്ത് നായ എന്ന് പറഞ്ഞുണ്ട്. അതിൻ്റെ ഓർമ്മ സംസ്കാരമായിട്ട് ഉള്ളിൽ കിടപ്പുണ്ട്. അത് ഉടനെ പ്രവർത്തിച്ചു. ഇതിനെ കണ്ട് നായ എന്ന് കാണിച്ചു തന്നു. സംസ്കാരത്തിനെ വെച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള ഡീലിങ്സ് മുഴുവനും. ഈ രഹസ്യം അറിഞ്ഞാൽ നമ്മളെ മാറ്റി തീർക്കാനുള്ള വഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സ്വഭാവ വിജയോ ധൃതിഹി എന്നാണ് ഭാഗവതത്തിൽ നാരദർ പറയണത്. സ്വഭാവത്തിനെ ജയിക്കുന്നതിന് പേരാണ് ധൃതി. സ്വഭാവത്തിനെ എങ്ങനെ ജയിക്കും? സ്വഭാവം എന്ന് വെച്ചാൽ വൺസ് ക്യാരക്ടർ, ഇന്നർ പ്രൊഫൈൽ. അതെങ്ങനെ മാറ്റിമറിക്കും? ഇങ്ങനെയാണ് സ്വഭാവം ഉണ്ടാവുന്നത് നമ്മൾ അറിയണം. വികാരത്തോടെ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ വികാരവും ചിത്തവൃത്തിയായും പിന്നെ സംസ്കാരമായും മാറണം. അപ്പൊ ഇനി എന്ത് വേണം? വളരെ ജാഗ്രതയോടുകൂടെ സംസ്കാരം ഉണ്ടാവാതെ നോക്കുക. സംസ്കാരം കെട്ടവരാവാം.
സംസ്കാരം എന്ന് വെച്ചാൽ ആ സംസ്കാരം, കൾച്ചർ എന്നുള്ള അർത്ഥമല്ല. മനസ്സിൽ ചിത്രം വരയ്ക്കാം, വരച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലേ? അറിഞ്ഞുവല്ലോ. അതുകൊണ്ടാണ് വേദാന്തികൾ എന്തു പറയണത്? കർമ്മം ചെയ്താൽ കർമ്മത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിച്ചേ സാധ്യമാവുള്ളൂ. അനുഭവിക്കണം. കർമ്മം ഭയങ്കരമായ ഒരു ട്രാപ്പാണ് എന്ന് പറഞ്ഞു വേദാന്തികൾ. ശരി, എന്നാൽ ഞങ്ങൾ കർമ്മമേ ചെയ്യണില്ല. കർമ്മം ചെയ്താൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവും. കർമ്മം ചെയ്യുമ്പോഴേ ആദ്യത്തെ വികാരം എന്താണ്? ഫലത്തിൽ ഇച്ഛ. എനിക്ക് ഫലം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യണില്ല എന്ന് വെച്ചാൽ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലോ കുടുങ്ങും. അതൊക്കെ നമ്മൾ ഇനി പറയാൻ വേണം, ഇനി വരുന്ന ശ്ലോകത്തിൽ. കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉള്ള വാസനകളുണ്ടല്ലോ, പലതും അനുഭവിക്കാനും ചെയ്യാനും ഉള്ളത്, അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും, പുറത്തു പോകില്ല. ഊരാക്കൊടുക്കാണ്. ചെയ്താലും ദോഷം, ചെയ്തിട്ടില്ലെങ്കിലും ദോഷം. ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളിലുള്ളത് പോവില്ല, ചെയ്താൽ പുതിയതുണ്ടാവും. അപ്പൊ എങ്ങനെ പുറത്തു ചാടും? അപ്പൊ ഭഗവാൻ ഒരു വഴി പറയുന്നു. ഇനി അതൊക്കെ പറയാൻ വേണം. യോഗ കർമ്മസുകൗശലം എന്ന് പറയാൻ വേണോ ഭഗവാൻ. പുതിയ വാസനകൾ ഉണ്ടാവാനും പാടില്ല, ഉള്ളത് ഒഴിഞ്ഞു പോകുകയും വേണം. കർമ്മത്തിനെ പാടെ ഉപേക്ഷിച്ചു പോണത് മൂഢതയാണ്. നമുക്ക് ഏത് ഫീൽഡ് ഓഫ് ആക്ഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ ആ കർമ്മം നമ്മളെ ബാധിക്കില്ല, അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. അർജുനനോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. രണ്ടായാലും നല്ലതാണ്, എടുക്ക ഗാണ്ഡീവം എന്ന് പറഞ്ഞു. ഉത്തിഷ്ഠ കൗന്തേയാന്ന് പറഞ്ഞു. അപ്പൊ അർജുനനൊന്ന് നോക്കി, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യണം, എന്ത് ആറ്റിറ്റ്യൂഡോടുകൂടെ ഞാൻ യുദ്ധം ചെയ്യണം എന്ന് നോക്കിയപ്പോഴാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത്. നോക്കാം. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. മനോഹരമായ ശ്ലോകം. ഭഗവാൻ ജീവിതത്തിന്റെ രഹസ്യം അനാവരണം ചെയ്യാണ്. ശാന്തിയുടെ രഹസ്യം. മനസ്സ് എന്ത് ചെയ്താലും ശാന്തമായിട്ടിരിക്കണമെങ്കിൽ ഏത് ഭാവം വേണം എന്നാണ്. ആദ്യമായിട്ട് ഭഗവാൻ പറഞ്ഞു, നമുക്ക് രണ്ട് വികാരങ്ങളാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ദ്വന്ദ്വം എന്ന് പറയാം. ദ്വന്ദ്വം, ഡുവലിസ്റ്റിക് പ്രോസസ്. സുഖം, ദുഃഖം. സുഖം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും ഒക്കെ പ്രീതി ജനിപ്പിക്കുന്നത് സുഖം. അഥവാ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടിയാൽ സുഖം. അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്താന്ന് വെച്ചാൽ ചിലർക്ക് ചിലത് സുഖം, ചിലത് ദുഃഖവുമാണ്. നല്ല ലക്ഷോറിയസ് ആയിട്ട് ഇരിക്കുന്നത് സുഖമാണ് സാധാരണ. പക്ഷെ ശകുന്തളയെ കൊണ്ടാക്കാൻ 2 ഋഷികുമാരന്മാരെ ദുഷ്യന്തന്റെ അരമനയിലേക്ക് അയച്ചു. അരമനയൊക്കെ കണ്ണാടി പോലെ ഉണ്ടത്രേ, നിലമൊക്കെ സ്വർണം കൊണ്ടും എല്ലായിടത്തും അലങ്കരിച്ചിരിക്കുന്നു. ആ ദുഷ്യന്തന്റെ അരമനയ്ക്ക് ശകുന്തളയും കൂട്ടിക്കൊണ്ട് ഈ ഋഷികുമാരന്മാർ വരുമ്പോ കാളിദാസൻ പറയണു, ചളി പിടിച്ച തെരുവിലൂടെ കുളിച്ചിട്ട് വരണ പോലെ വരണു അത്രേ. അവിടെ ഇവിടെ നോക്കാതെ വേഗം ശകുന്തളയെ അവിടെ കൊണ്ടാക്കിയിട്ട് പോകണം എന്നാണ്. അവർക്ക് അവിടെ അസ്കിതയാണ്, ഫ്രസ്ട്രേഷനാണ് അതിനകത്ത്. എന്താന്ന് വെച്ചാൽ ആ ലക്ഷൂറി അവർക്ക് ദുഃഖമാണ്. എന്താ, അവരുടെ ഉള്ളിൽ അത് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർക്ക് അത് ദുഃഖം. ഇത് വളരെ സുഖമായിട്ട് ഉള്ള ഒരാളെ ഒരു ആശ്രമത്തിൽ കൊണ്ടാക്കിയാൽ അത് ദുഃഖമാവും. അപ്പൊ സുഖം ദുഃഖം എന്താണ്? വാട്ട് എവർ യു അക്സെപ്റ്റ് ഇറ്റ് ഈസ് ഹാപ്പിനെസ്, വാട്ട് എവർ യു റിജക്ട് ഇറ്റ് ഈസ് മിസറി. അങ്ങനെ അർത്ഥം പറയാം. എന്തെന്ത് എനിക്ക് ഇഷ്ടമാണോ അത് സുഖം, എന്തെന്ത് എനിക്ക് ഇഷ്ടമല്ലയോ അത് ദുഃഖം. അപ്പൊ സുഖദുഃഖത്തിന്റെ രഹസ്യം നമുക്ക് പിടികിട്ടി. ഇഷ്ടമാണ് സുഖദുഃഖത്തിന്റെ രഹസ്യം. ഒരാള്, വേണ്ടപ്പെട്ട ആള് മരിക്കണത് ദുഃഖമാണ്. എങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലേ? ചിലർ പറയണു പോവില്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള പലരും.
പോയി കഴിഞ്ഞാൽ സന്തോഷിക്കും. അപ്പൊ അവർക്ക് ദുഃഖമല്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ലോകത്തിൽ. അപ്പോ സുഖം ദുഃഖം എന്നുള്ളത് ഭഗവാൻ ഇവിടെ രണ്ട് ദ്വന്ദ്വങ്ങളെ വെച്ചു. നമ്മളുടെ ജീവിതം മുഴുവൻ ഇതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു. നമ്മൾക്ക് എപ്പോഴും വേണ്ടത് എന്താണ്? സുഖം വേണം, ദുഃഖം വരാൻ പാടില്ല, അല്ലേ? സുഖം വരുവും വേണം, ദുഃഖം വരാനും പാടില്ല. ഇത് രണ്ടും നിർബന്ധമാണ്. സുഖായ ദുഃഖമോക്ഷായ കുർവാതേ ദമ്പതി ക്രിയാഹ. സുഖായ ദുഃഖമോക്ഷായ, സുഖം വേണം, ദുഃഖം വരാനും പാടില്ല. അതിനാണ് എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രവൃത്തിയും. ആരെങ്കിലും എനിക്ക് ഇത്തിരി അല്പം ദുഃഖം വരട്ടെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കണവരെ കണ്ടിട്ടില്ല. ഇതില് നമ്മളിങ്ങനെ നിർബന്ധം പിടിക്കുന്നു, സുഖം വരണം, ദുഃഖം വരാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ കൺട്രോളൊന്നും നമ്മളുടെ കയ്യിലില്ല. നമ്മൾ ഏത് വരാൻ പാടില്ല എന്ന് പറയണോ അത് വരും, ഏത് വരണം എന്ന് വിചാരിക്കണോ അത് ചിലപ്പോൾ വരില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ ലാഭം നഷ്ടം. എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും ആരും ഗണപതി ഹോമം കഴിച്ചിട്ട് വിഘ്നേശ്വര പ്രീത്യർത്ഥം മമ നഷ്ടസിദ്ധ്യർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പം ആരും ചെയ്ത് കണ്ടിട്ടില്ല അതുവരെ. ലാഭസിദ്ധ്യർത്ഥം, ജയസിദ്ധ്യർത്ഥം, പരാജയസിദ്ധ്യർത്ഥം എന്ന് പറഞ്ഞ് ഇതുവരെ ഒരാളും ഒരു സങ്കല്പിച്ച് കണ്ടിട്ടില്ല. എല്ലാവർക്കും ലാഭം വേണം, ജയം വേണം, സുഖം വേണം. നഷ്ടം പരാജയം ഒക്കെ എല്ലാവർക്കും പേടിയാണ്. ഭഗവാൻ ഇവിടെ എന്തു പറയണമെന്ന് വെച്ചാൽ, ഒന്നുകൂടെ ഡീപ്പായിട്ട് ഒന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ സുഖം എന്തുകൊണ്ട് വേണം, ദുഃഖം എന്തുകൊണ്ട് വരാൻ പാടില്ല, അങ്ങനെ അന്വേഷിച്ച ലാഭം എന്തുകൊണ്ട് വേണം, നഷ്ടം എന്തുകൊണ്ട് വരാൻ പാടില്ല, പരാജയം എന്തുകൊണ്ട് വരാൻ പാടില്ല, ജയം എന്തുകൊണ്ട് വേണം എന്ന് അന്വേഷിച്ചാൽ എല്ലാവരുടെയും ഉത്തരം എന്താ? എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു തൃപ്തി. ചില കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെടാത്തത് വരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിഷമം. അതുകൊണ്ട് ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ. വിശന്നിരിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോൾ വിശപ്പ് പോകുമ്പോൾ ഒരു സുഖം. അപ്പൊ ഇവിടെ വാസ്തവത്തില് വിശപ്പ് എന്നൊരു രോഗം, ആ രോഗത്തിന് മരുന്ന് കഴിച്ചപ്പോൾ വിശപ്പ് പോയപ്പോൾ വീണ്ടും ബാലൻസ് സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്ത് പറയണു? ഊണ് കഴിച്ചത് കൊണ്ട് സുഖം കിട്ടി എന്ന് പറഞ്ഞു. ഊണ് കഴിച്ചത് കൊണ്ടല്ല സുഖം, വിശപ്പ് പോയത് കൊണ്ട് സുഖം. അതേപോലെ ദുഃഖം എന്നുള്ളത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്. ആ നെഗറ്റീവ് സ്റ്റേറ്റ് പോകുന്നു ഏതോ ഒരു കാരണം. ദുഃഖം എന്നുള്ളത് പലപ്പോഴും ഡിസയറാണ്, ആഗ്രഹമാണ്. എനിക്ക് പണം ധാരാളം വേണം എന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹം കാരണം ഞാൻ വല്ലാതെ വിഷമിക്കണം. ആഗ്രഹം കാരണമാണ് വിഷമിക്കണം. എന്നിട്ട് പണം കിട്ടിയപ്പോ ആ ആഗ്രഹം പോയി, അപ്പൊ സുഖം. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു? പണത്തിൽ നിന്ന് സുഖം കിട്ടി. ഈ ഒരു അജ്ഞാനത്തിനെ മാറ്റിയാൽ മതി. ഇത്രയേ ഭഗവാൻ പറയണുള്ളൂ. ഈ ഒരു അജ്ഞാനത്തിനെ മാറ്റുക. വെളിയിലുള്ളതൊന്നും ഒന്നും മാറ്റിമറിക്കൊന്നും വേണ്ട, ഒന്നും ഉപേക്ഷിക്കുകയോ ഒന്നും സ്വീകരിക്കാനോ ഒന്നുമില്ല. അതേപോലെ ലാഭം നഷ്ടം ജയം പരാജയം എല്ലാത്തിലും എന്ത് തന്നെ പുറം ലോകത്തിൽ സംഭവിച്ചാലും ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അതായത് എന്തൊക്കെ എത്രയൊക്കെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പുറത്തുണ്ടാവട്ടെ, ഉള്ളിൽ ചലിക്കണില്ല. എത്രയൊക്കെ നമ്മളെ സുഖിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പുറത്തുണ്ടാവട്ടെ, നമ്മൾ ഉള്ളിൽ ചലിക്കണില്ല. അവിടെ പൂർണ്ണമായിട്ട് നിൽക്കണു. സമുദ്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും സമുദ്രം കവിഞ്ഞു പോവില്ല, എത്ര വേനൽ വന്നാലും സമുദ്രം വറ്റിപ്പോവില്ല. ഉള്ളിൽ പൂർണ്ണമായിട്ട് നിൽക്കണം. സുഖം വന്നാലും പൂർണ്ണം, ദുഃഖം വന്നാലും പൂർണ്ണം. ലാഭം വന്നാലും ശരി, നഷ്ടം വന്നാലും ശരി, ജയം വന്നാലും ശരി, പരാജയം വന്നാലും ശരി, എന്തൊക്കെ വരുമ്പോഴും പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിൽ അതിനെ യോഗസ്ഥിതി, സമസ്ഥിതി. നമ്മളുടെ മനസ്സിന് രണ്ടവസ്ഥയാണുള്ളത്. ഒന്ന് സമം, മറ്റൊന്ന് വിഷമം. ആരംഭിക്കുമ്പോഴേ, പ്രഭാഷണം ആരംഭിക്കുമ്പോഴേ ഇത് പറഞ്ഞതാണ്. അർജുനന് വിഷമസ്ഥിതി വന്നു. ആ വിഷമസ്ഥിതിയിൽ നിന്ന് വീണ്ടും ഇക്വിലിബ്രിയം നേടാനാണ് ഭഗവാൻ ഗീതോപദേശം ചെയ്യണത്. സമം വിഷമം.
സമം എന്ന് വെച്ചാൽ ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്നർത്ഥം. ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന നിശ്ചലമായ അവസ്ഥ, പൂർണ്ണമായ അവസ്ഥ. അപ്പോ സുഖം വരുമ്പോഴും ഉള്ളില് ഒരേ അനുഭൂതി, ദുഃഖം വരുമ്പോഴും അതേ അനുഭൂതി, ലാഭം വരുമ്പോഴും അതെ, നഷ്ടം വരുമ്പോഴും അതെ, ജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി ചലിക്കാതെ നിൽക്കുകയാണെങ്കിൽ അത് യോഗസ്ഥിതി. നൈവം പാപം അവാപ്സ്യസി. ഭഗവാൻ പറഞ്ഞു സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭൗ ജയാജയോ. സുഖം ദുഃഖം ഇതിനെ രണ്ടിനെയും സമമായിട്ട് ആദ്യം നിശ്ചയിക്കൂ. അതായത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്രവൃത്തിക്ക് തടസ്സമാണ്. പ്രവർത്തിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ എനിക്ക് സുഖം വേണം. അപ്പോൾ പ്രവൃത്തിയിലല്ല, ശ്രദ്ധ ഫലത്തിലാണ്. നമ്മളുടെ ഗവൺമെന്റ് ഓഫീസ് മുഴുവൻ നോക്കുക, അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതിൽ ഇല്ല. അതിന് കുറച്ച് വ്യത്യസ്തമായി കുറച്ച് പേരുണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിലൊക്കെ എത്രയോ ഭേദം. നമ്മൾ നോർത്തിലൊക്കെ പോയി നോക്കിയാൽ ഒന്നിനും ഒരു നിയമമില്ല. അവർക്ക് കിട്ടേണ്ടത് മാത്രം കിട്ടണം. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനും ഒരു നിയമമില്ല. അപ്പോ കിട്ടണതില് ശ്രദ്ധയുണ്ടതാണ്. ലാഭാലാഭോ ജയാജയോ. ആദ്യമേ നിശ്ചയിച്ചു എനിക്ക് യാതൊന്നും വേണ്ട, ഞാൻ പ്രവർത്തിക്കണം, ഞാൻ സ്വയമേവ പൂർണ്ണൻ, പുറത്തു നിന്ന് എന്നെ ഒന്നും ചലിപ്പിക്കില്ല, എന്നിട്ട് യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ യുദ്ധം ചെയ്താൽ ആർക്കും അയാളെ പരാജയപ്പെടുത്താൻ പറ്റൂല. യോഗവാസിഷ്ടത്തില് 3 അസുരന്മാരെ കുറിച്ച് പറയും. അവരെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് സാധിക്കണില്ല. എത്ര യുദ്ധം ചെയ്തിട്ടും സാധിക്കണില്ല. അവസാനം ദേവന്മാർക്ക് മതിയായി ഇവരോട് യുദ്ധം ചെയ്തിട്ട്. ഇവർക്ക് പേടിയുമില്ല, വിഷമമില്ല. ഇവരുടെ സീക്രട്ട് എന്താന്ന് ദേവന്മാർക്ക് മനസ്സിലായില്ല. ദേവന്മാർ ചെന്ന് ബ്രഹ്മാവനോട് ഭഗവാനോട് ചെന്ന് ചോദിച്ചു, എന്താ ഇവരുടെ രഹസ്യം? എത്ര യുദ്ധം ചെയ്താലും ഇവരെ തോൽപ്പിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവരുടെ ജയത്തിൻ്റെ കാരണം അവർക്ക് അഹങ്കാരമില്ല, അവർക്ക് സുഖദുഃഖാദി ചിന്തകളൊന്നുമില്ല, അവർക്ക് ജീവിക്കണമെന്നോ മരിക്കണമെന്നോ നിർബന്ധമില്ല. അവർ വെറും മെഷീൻ പോലെ യുദ്ധം ചെയ്യാണ്. അവരെ തളർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അവർ പരാജയപ്പെടണമെങ്കിൽ ആര് തന്നോട് പരാജയപ്പെട്ടോ അവനെ മറ്റുള്ളവനോട് പരാജയപ്പെടുള്ളൂ. ആത്മജിതനെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവരുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവണം. അതിനുള്ള വഴി എന്തെങ്കിലും ചെയ്യണം എന്നാണ്. ദേവന്മാർ എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ അടുത്ത് യുദ്ധത്തിന് പോകും. പോയിട്ട് അവർ യുദ്ധത്തിന് വരുമ്പോൾ അവരവിടുന്ന് വരുമ്പോഴേക്കും തന്നെ ഇവർ തിരിച്ചോടും. ഓടുമ്പോൾ ഇവരെ പുകഴ്ത്തിക്കൊണ്ടേ ഓടും. നിങ്ങളുടെ അടുത്ത് ഞങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല, നിങ്ങൾ എത്ര ശക്തന്മാരാണ്, നിങ്ങളെപ്പോലെ ബലമുള്ളവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ചിട്ട് പോകും. പിന്നെ ആദ്യ യുദ്ധത്തിന് വിളിക്കും, പിന്നെയും ഇതേപോലെ പറയും. കുറേ കഴിഞ്ഞപ്പോൾ ഈ അസുരന്മാർക്ക് പതുക്കെ ഞങ്ങൾ വലിയവരാണെന്നും ഞങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്നും ജയം ഞങ്ങൾക്ക് എപ്പോഴും സ്വന്തമാണെന്നും ഒക്കെ തോന്നി ഒരു ഇൻഡിവിജ്വാലിറ്റി അവരുടെ ഉള്ളിൽ പതുക്കെ ഒരു വ്യക്തിബോധം ഉദിച്ചു. അപ്പൊ തോറ്റു. എന്താ? അവർക്ക് ജയിക്കണം എന്നുള്ള നിർബന്ധം വന്നതോടുകൂടെ തോറ്റു. ഇതേപോലെ തന്നെ ഭാഗവതത്തിൽ വൃത്രൻ വാളെടുക്കുമ്പോ മൃത്യും വരം വിജയാത് മന്യമാനഹ എന്നാണ്. ജയത്തിനേക്കാളും മൃത്യുവേ നല്ലതെന്ന് പറഞ്ഞാൽ അത്ര വാളെടുക്കുന്നത്. എങ്ങനെ ജയിക്കും അയാൾക്ക് മൃത്യു ഒന്നും പ്രശ്നമേ അല്ല, അയാൾക്ക് പരാജയമൊന്നും പ്രശ്നമേ ഇല്ല. പരാജയം പ്രശ്നമല്ല, മരണം പ്രശ്നമല്ല, ജീവിതത്തിൽ ആസക്തിയില്ല, മോക്ഷം പോലും വേണ്ട, ഭഗവാനോട് പോലും അയാൾക്കൊന്നും ആവാനില്ല, ഈശ്വരനോട് പോലും. വൃത്രൻ പറയണത് നാഗപൃഷ്ടം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീഹി അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. ഫിസിക്കൽ വാണ്ട്സും ഇല്ല, സൈക്കിക് വാണ്ട്സും ഇല്ല, ശാരീരികമായ ആഗ്രഹങ്ങളും ഇല്ല, മാനസികമായ സുഖ ആഗ്രഹങ്ങളും ഇല്ല വൃത്രനും. അതുകൊണ്ട് എന്താ? അയാളെ പരാജയപ്പെടുത്താൻ പറ്റണില്ല. അവസാനം അയാൾ എല്ലാത്തിലും ജയിച്ചു. മാനം അപമാനം എല്ലാത്തിനും ഉപേക്ഷിച്ചു കളഞ്ഞു. അപ്പൊ ഭഗവാൻ അർജുനനോട് പറയണത് പൂർണ്ണത എന്ന് പറയണത് ബാഹ്യലോകത്തിലല്ല, ആന്തരികമാണ്. നമ്മൾ വിചാരിക്കണു പൂർണ്ണത പുറത്താണെന്ന്. പുറത്തൊന്നും കിട്ടാനില്ല പൂർണ്ണത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്.
വലിയ ബംഗ്ലാവ് വീട്ടിൽ സുഖമായി AC റൂമിൽ കിടന്നാൽ ചിലപ്പോൾ ഉറക്കം വരില്ല. റോഡിൽ കിടന്ന് സൗഖ്യമായി ഉറങ്ങണവരെ കണ്ടിട്ടുണ്ട്. ഭിക്ഷക്കാർക്ക് ചിലപ്പോൾ ഉള്ള ആനന്ദം പണക്കാർക്ക് ഇല്ലയോ തോന്നും. എന്നുവെച്ചാൽ ഭിക്ഷക്കാർക്ക് ആനന്ദം ഉണ്ടെന്നല്ല അർത്ഥം. രണ്ടുപേർക്കും അജ്ഞാനം തുല്യമാണ്. പക്ഷേ ആന്തരികമാണ് പൂർണ്ണത എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്നത് ആന്തരികമാണ്. അത് ആര് നിശ്ചയിക്കണമോ അവർക്ക് നേടാൻ കഴിയും. അതിനെന്ത് നിശ്ചയിക്കണം? ഭഗവാൻ പറയണത് പ്രവൃത്തിയിൽ മനസ്സിനെ പുറം വിഷയങ്ങളെ ആശ്രയിച്ച് നിർത്തരുത്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വസ്തുക്കളെ പ്രതീക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിച്ചാൽ അവരാരെങ്കിലും അപ്രതീക്ഷിതമായി വിട്ടുപോയാൽ അത്യന്തം ദുഃഖിക്കേണ്ടി വരും. അവർ നമ്മളെ വിട്ടുപോയാൽ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് ധാരാളം സമ്പത്തുണ്ട്, എനിക്കൊന്നും പേടിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സമ്പത്തിനെ ആശ്രയിച്ച് നിൽക്കണു, അത് വിട്ടുപോയാൽ അത്യന്തം ദുഃഖിക്കേണ്ടി വരും. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയാണ്, മൈത്രേയി, ആത്മാവിൽ നിന്ന് അന്യമായി ധനത്തിനെ സ്നേഹിച്ചാൽ ആ ധനം തന്നെ അത്യന്തം ദുഃഖിപ്പിച്ച് വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായി ഭർത്താവിനെ സ്നേഹിച്ചാൽ ആ ഭർത്താവ് അത്യന്തം ദുഃഖിപ്പിച്ച് എന്തെങ്കിലും ഒരു ദിവസം വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായി ഭാര്യയെ സ്നേഹിച്ചാൽ ആ ഭാര്യയെ എന്തെങ്കിലും ഒരു ദിവസം അത്യന്തം ദുഃഖിപ്പിച്ച് വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായി യശസ്, പ്രസിദ്ധിയെ സ്നേഹിച്ചാൽ ആ പ്രസിദ്ധി എന്തെങ്കിലും ഒരു ദിവസം തന്നെ അത്യന്തം ദുഃഖിപ്പിച്ചുകൊണ്ട് വിട്ടുപോകും. ആത്മാവിൽ നിന്ന് അന്യമായി എന്തു വസ്തുവിനെ കയറി പിടിച്ചാലും വിഷമിക്കും, അത് വീഴും, നമ്മളെയും വീഴ്ത്തും. ബ്രഹ്മചാരി എന്നുള്ള വാക്കിനെ, ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നവൻ ബ്രഹ്മചാരി എന്നാണ് അർത്ഥം. നമ്മൾ കല്യാണം കഴിക്കാത്തവരെയൊക്കെ ബ്രഹ്മചാരി എന്ന് വിളിക്കും, അത് ശരിയാവില്ല. ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്ന, ബ്രഹ്മണി മനസഹ ചാരം ബ്രഹ്മചര്യം പരം സ്മൃതം. എന്താന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതിൽ ചരിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ബ്രഹ്മചാരി എന്നുള്ളതിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു, നല്ല അർത്ഥം. കേട്ടാൽ നമുക്ക് ചിരി വരും, പക്ഷെ നല്ല അർത്ഥം. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ബ്രഹ്മത്തിൽ ചാരി നിൽക്കണവൻ ബ്രഹ്മചാരി എന്നാണ്. എന്താന്ന് വെച്ചാൽ വേറെ എന്തിൽ ചാരി നിന്നാലും അതും വീണു, നമ്മളെയും വീഴ്ത്തണു. ഇതിൽ ചാരി നിന്നപ്പോ ഇത് ചലിക്കണില്ല, അതുകൊണ്ട് അതും വീഴണില്ല, നമ്മളും വീഴില്ല. എന്നുവെച്ചാൽ ലളിതമായി പറഞ്ഞാൽ ഈശ്വരനെ ആശ്രയിച്ച് നിൽക്കണമെന്നേ അർത്ഥമുള്ളൂ. ബ്രഹ്മത്തിൽ ചാരി നിൽക്കണവൻ ബ്രഹ്മചാരി എന്നാണ്. എന്നുവെച്ചാൽ ആശ്രയം ശാശ്വത വസ്തുവിനെ, അശാശ്വതമായ വസ്തുവിനെ ആശ്രയിച്ചാൽ അതും വീഴും, നമ്മളെയും വീഴ്ത്തും. ശാശ്വതമായ വസ്തുവിനെയാണ് ആശ്രയിച്ച് നിൽക്കണതെങ്കിൽ അത് വീഴില്ല, നമ്മളും വീഴില്ല. ശാശ്വതമായ വസ്തു ഏതാണ്? നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന. നിത്യമായത്, സർവഗതമായത്, സ്ഥാണുവായത്, അചലമായത്, സനാതനമായത്, അത് ആത്മാ മാത്രം. അപ്പോ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൻ്റെ സുഖം കണ്ടെത്തിയാൽ മാനസിക സുഖത്തിനൊക്കെ ദ്വൈതമുണ്ട്. മനസ്സ് ഇല്ലാത്ത രണ്ടിനെ കൊണ്ടുവന്ന് ഇണ്ടലുണ്ടാക്കും. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽവതം ഉണ്ടാവതല്ല മമ, പണ്ടെക്കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിഹ നാരായണായ നമഃ. ഇല്ലാത്ത ഇണ്ടൽ, ഇണ്ടൽ എന്താ അവിടെ? അജ്ഞാനം എന്നർത്ഥം, വൈഷമ്യം. എന്തു വൈഷമ്യമാണെന്ന് വെച്ചാൽ രണ്ടു കൊണ്ടുവരും നമ്മളുടെ മുമ്പിൽ എപ്പോഴും, സുഖം ദുഃഖം, നല്ലത് ചീത്ത, ധർമ്മം അധർമ്മം. നമ്മൾ വെറുതെ കുഴക്കും, തണുപ്പ് ചൂട്, ദ്വൈതം. തീരാത്ത ഒരു പ്രശ്നമുണ്ട്, വിധിയാണോ സ്വപരിശ്രമമാണോ? ആളുകൾ വെറുതെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി ചോദ്യം ചോദിക്കും. സദ്ദർശനത്തിൽ നമ്മൾ ആ ശ്ലോകം വരെ എത്തിയില്ല, ഗംഭീരമായി പരിഹരിച്ചു മഹർഷി അതിനെ തൻ്റെതായ അതേ വഴിയിൽ. വിദേഹേ പ്രയത്നസ്യ ച കോപി വാദഃ തയോർദ്വയോർ മൂലമജാനതാം സ്യാത്, വിധേ പ്രയത്നസ്യ ച മൂലവസ്തു സജ്ജാനതാം നൈവ വിധിഹി ന യത്നഃ. വിധിയാണോ പ്രയത്നമാണോ എന്ന് ചോദിക്കുന്നവർ ഇത് രണ്ടിൻ്റെയും മൂലമറിയാത്തവരാണ്. രണ്ടുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യമേ ഉണ്ടാവണത്. വിധി ആർക്ക്? പ്രയത്നം ആർക്ക്? ആർക്ക് വിധി? എനിക്ക്. പ്രയത്നിക്കുന്നവനാര്? ഞാൻ.
ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഞാൻ എന്നുള്ള അഹങ്കാരമേ അവിടെ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ ആര് വിധി അനുഭവിക്കണു, ആര് പ്രയത്നിക്കണു? അവിടെ വിധിയുമില്ല, പ്രയത്നവുമില്ല, ഏകവും അദ്വയവുമായ ഒരു സത്യം മാത്രം അവശേഷിക്കും. ഇല്ലാത്ത സ്ഥാനത്ത് ദ്വൈതം കൽപ്പിച്ച് മനസ്സ് നമ്മളെങ്ങനെ കളിപ്പിക്കും. സുഖം ദുഃഖം, ലാഭം നഷ്ടം, ജയം പരാജയം, ഇതൊക്കെ മനസ്സിന്റെ കൽപ്പനകളാണ്. മനസ്സ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്ത് ചാടുക. ചാടാൻ എന്താ വഴി? ഈ രണ്ടിൽ നിന്ന് മാറി ഒന്നിൽ നിൽക്കുക. ഒന്ന് എന്താ? മനസ്സിലാണല്ലോ ഈ വികാരം. മനസ്സിൽ സുഖം വരട്ടെ ദുഃഖം വരട്ടെ, ഇത് രണ്ടും എന്നെ ബാധിക്കുന്നില്ലെങ്കിൽ, മനസ്സിന് പുറകിലുള്ള മാറാതെ നിൽക്കുന്ന വസ്തുവിൽ ഞാൻ സ്ഥാനം പിടിച്ചാൽ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒന്നും എന്നെ ബാധിക്കില്ല. ഞാൻ വെറും സാക്ഷിയായിട്ട് നിൽക്കുന്നു, സ്വരൂപത്തിൽ പ്രതിഷ്ഠിതൻ. ഞാൻ ഏകവും അദ്വയവുമായ ബോധസ്വരൂപനാണ്, സ്വയമേവ പൂർണ്ണ വസ്തുവാണ്. ലാഭം വന്നാലും നഷ്ടം വന്നാലും ഞാൻ ബാധിക്കപ്പെടില്ല, സുഖം വന്നാലും ദുഃഖം വന്നാലും ഞാൻ ബാധിക്കപ്പെടില്ല. എന്നാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രവർത്തിച്ചാൽ പാപം വരില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. പാപം എന്താ? എന്താ പാപം? പാപത്തിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ട്. പാപം എന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പാപം ജഗത്തിനെ മുഴുവൻ ഒരു സർവേശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സകല പ്രവർത്തികളും ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരാളായിട്ട് ഞാൻ ഉള്ളതായിട്ടും ഞാൻ ചെയ്യണതായിട്ടും ഒരു അഹങ്കാരം പൊന്തണമല്ലോ, അത് തന്നെ പാപം. ആ പാപത്തെ കൊണ്ട് നമ്മൾ തന്നെ ശിക്ഷിക്കപ്പെടും. എന്താ ശിക്ഷിക്കപ്പെടുന്നത് വെച്ചാൽ, അഹങ്കാരം പൊന്തുമ്പോൾ തന്നെ ദുഃഖമാണ്. ചെയ്യണതൊക്കെ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരും. കർത്തൃത്വം കൊണ്ട് പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം ഒരേപോലെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ പാപം എന്ന് വെച്ചാൽ കർത്തൃത്വം എന്ന് തന്നെയാണ് അർത്ഥം. കർത്തൃത്വം ഉണ്ടെങ്കിൽ ദുഃഖം അനുഭവിക്കണം, എല്ലാ വൈഷമ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. നൈവം പാപം അവാപ്സ്യസി. എല്ലാത്തിലും മനസ്സ് സമസ്ഥിതിയിൽ വന്ന് നിന്നാൽ, സമസ്ഥിതിയിൽ മനസ്സ് നിന്നാൽ ബ്രഹ്മാനുഭൂതി. സമസ്ഥിതിയിൽ മനസ്സ് നിൽക്കുകയാണെങ്കിൽ, അഥവാ മനസ്സിനു പുറകിലുള്ള ബോധത്തിനെ തെളിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആര്, എൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ല എന്നറിയുമ്പോൾ എനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നുമില്ല. സുഖം ദുഃഖം ഒന്നും എന്നെ ബാധിക്കില്ല. മനസ്സിനോടുള്ള താതാത്മ്യം കാരണമാണ് ഇതൊക്കെ എന്നെ ബാധിക്കണത്. മനസ്സിനോടുള്ള താതാത്മ്യം വിട്ടകന്നാൽ സുഖവും ദുഃഖവും ലാഭവും നഷ്ടമൊക്കെ വന്നിട്ട് പോകും, ഒന്നും ബാധിക്കില്ല. അപ്പോ നൈവം പാപമവാപ്സ്യസി, പാപം ഉണ്ടാവില്ല. ഉള്ളില് കരട് കിടക്കില്ല, കളങ്കം കിടക്കില്ല, അശുദ്ധി കിടക്കില്ല. അല്ലെങ്കിൽ പുണ്യവും പാപമാണ്, പാപവും പാപമാണ്. നമ്മളുടെ മനസ്സിന്റെ സമസ്ഥിതിയെ പുണ്യവും ചലിപ്പിക്കും, പാപവും ചലിപ്പിക്കും. പുണ്യം എന്ന് വെച്ചാൽ എന്താ? സുഖം അനുഭവിക്കുക, അതാണ് പുണ്യം. നല്ല സുഖമായിട്ടിരിക്കുക, അത് പുണ്യം. അതും നമ്മളുടെ മനസ്സിനെ ചലിപ്പിക്കും. ദുഃഖം ഉണ്ടാവുക, അതും ചലിപ്പിക്കും. ചലിക്കണത് പാപമാണ്. ചലനമില്ലാതെ സമസ്ഥിതിയിലെത്തിയാൽ പൂർണ്ണത. അപ്പോൾ നൈവം പാപം അവാപ്സ്യസി. സുഖദുഃഖങ്ങളെ ഒന്നായി കണ്ട്, ലാഭം നഷ്ടം ഒക്കെ സമമായി കണ്ട്, ജയം പരാജയം ഒക്കെ സമമായാൽ, എന്നിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അർജുന തന്നെ ഒന്നും സ്പർശിക്കില്ല. ഇതിന് ഉത്തമ ഉദാഹരണം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. എത്ര പ്രവർത്തിച്ചു ഭഗവാൻ, എന്തു പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചു? കൃഷ്ണാവതാരം മുഴുവൻ പ്രവൃത്തിയാണ്. ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് ഭഗവാൻ അവസാനം ആരെങ്കിലുമൊക്കെ വല്ല താങ്ക്സ് ഗിവിങ് വല്ലതും കൊടുത്തുവോ? ഒന്നുമില്ല. ശാപമാണ് കിട്ടിയത് അവസാനം, ഗാന്ധാരിയുടെ ശാപം. ഇത്രയൊക്കെ ഏറ്റുവാങ്ങിയിട്ടും കൃഷ്ണനിൽ ഒരു സ്പർശവുമില്ല, ഒരു കളങ്കവും കൃഷ്ണനെ ബാധിക്കണില്ല. കർമ്മണ നോ വർദ്ധതേനോ കനീയാൻ. ഒരു കർമ്മം കൊണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യാത്തവനാണ് ആത്മതത്വം ഗ്രഹിച്ചവൻ. അപ്പോ
അവസാനത്തെ ശ്ലോകമാണ്. ഒരു ടോപ്പിക്കിൻ്റെ അവസാനമാണിത്. ഭഗവാൻ ഇവിടെ പറയുന്നത് ഒരു ടോപ്പിക്കിൻ്റെ അവസാനമാണ്. സുഖം ദുഃഖം രണ്ടും സമമായി കണ്ട് ലാഭത്തിലും നഷ്ടത്തിലും ചലിക്കാതെ. പുറത്തുള്ള വിഷയമല്ല സുഖമോ ദുഃഖമോ, നമ്മളുടെ മനസ്സിൻ്റെ റിയാക്ഷനാണ്. ഭഗവാൻ രമണ മഹർഷി അതൊരു കഥ പറയും. 2 ബ്രഹ്മചാരികൾ കാശിയിലേക്ക് പോയി വേദം പഠിക്കാനായിട്ട്. വേദം പഠിച്ച് അവിടെ ഇരിക്കുമ്പോൾ അതിലൊരു ബ്രഹ്മചാരി മരിച്ചുപോയി. ഒരാള് അവിടെ വേദാധ്യയനമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് കാശിയിലിരിക്കണം. കുറെ കഴിഞ്ഞപ്പോൾ കാശിയിൽ നിന്ന് ഒരാൾ, തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ പോയത്, തമിഴ്നാട്ടിൽ ഒരു ഗ്രാമത്തിലേക്ക് കാശിയിൽ നിന്ന് ഒരാൾ രാമേശ്വര യാത്ര വരുമ്പോൾ അയാളോട് പറഞ്ഞയച്ചു, ഞങ്ങളുടെ 2 പേരുടെയും വീട്ടിൽ ചെന്ന് പറയണം, ഒരാൾ മരിച്ചു എന്നും ഒരാൾ ഞാൻ സുഖമായിട്ട് ഇരിക്കണു എന്നുള്ള കാര്യം അറിയിക്കണം. 2 വീട്ടിൻ്റെയും അഡ്രസ്സ് കൊടുത്തു. കാശിയിൽ നിന്ന് അദ്ദേഹം നടന്നു വന്ന് 2-3 മാസം നടന്നു വന്നു. തമിഴ്നാട്ടിൽ ഈ ഗ്രാമത്തിൽ വരുമ്പോഴേക്കും ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പറയണത് ആരുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് പറയണോ, അവിടെ ചെന്ന് മകൻ വേദമൊക്കെ പഠിച്ച് കല്യാണമൊക്കെ കഴിച്ച് സൗഖ്യമായിട്ട് ഇരിക്കണോ എന്ന് പറഞ്ഞു. അവരോളെ ഒരേ സന്തോഷം. ആരുടെ വീട്ടിലാണോ സൗഖ്യമായിട്ട് ഇരിക്കണമെന്ന് പറയേണ്ടത് അവിടെ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? മരണം ശ്രാദ്ധം ഊട്ടേണ്ട വീട്ടില് നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് ഒരു ശാപ്പാട് കൊടുത്തു. സന്തോഷം കൊണ്ട്. സന്തോഷമായിരിക്കേണ്ട വീട്ടിൽ ശ്രാദ്ധവും നടന്നു എന്നാണ്. നടന്ന സംഭവത്തിനും ഉണ്ടായ വികാരത്തിനും വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അപ്പൊ ഈ വികാരം തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാണ്. അങ്ങനെ ധരിച്ചപ്പോൾ അങ്ങനെ വികാരം ഉണ്ടായി. അപ്പൊ നമ്മളുടെ ധാരണയാണ് ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കണത് എന്ന് ഇതൊന്ന് കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ധരിക്കണമോ അതിനനുസരിച്ച് നമ്മളുടെ മനസ്സിൽ വികാരങ്ങളുണ്ടാവും. ഒരേ സാധനത്തിനെ തന്നെ എങ്ങനെ വേണമെങ്കിൽ ധരിക്കാം. അപ്പോ ഇതറിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, എല്ലാത്തിനെയും ബ്രഹ്മം എന്നറിയൂ. സുഖാനുഭവവും ദുഃഖാനുഭവവും ബ്രഹ്മാനുഭവമാണ്. ലാഭത്തിലും നഷ്ടത്തിലും ശാന്തി ചലിക്കാതിരിക്കട്ടെ. ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം എന്ന് സ്വീകരിക്കാം. ഈശാവാസ്യമിതം സർവം. അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ സ്വീകരിക്കാം. അനുഭൂതിയിൽ വരുന്നത് പിന്നെ ഇരിക്കട്ടെ. അനുഭൂതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവൃത്തി മണ്ഡലത്തിൽ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം എന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് മനസ്സ് ചലിക്കുമ്പോഴൊക്കെ ഇതിനെ ഓർമ്മിപ്പിച്ച് ശാന്തിയിലേക്ക് കൊണ്ടുവരിക. ആരോടെങ്കിലും വെറുപ്പുണ്ടാവുമ്പോൾ അത് ഭഗവാനാണ്, വെറുക്കാൻ പാടില്ല, സമസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അതേപോലെ ലാഭം വന്നാലും നഷ്ടം വന്നാലും അതൊക്കെ ഭഗവാന്റെ ഇച്ഛ. ഭഗവാൻ എന്ത് തന്നാലും എനിക്ക് ഭഗവത് പ്രസാദം എന്നുള്ള ഭാവം സ്വീകരിച്ചുകൊണ്ട് സമതിലേക്ക് കൊണ്ടുവരിക. ആരോടും വെറുപ്പുണ്ടാവാതെ വ്യക്തിത്വം. ഭാഗവതത്തിൽ ദ്രവ്യാദ്വൈതം, ക്രിയാദ്വൈതം, ഭാവാദ്വൈതം എന്ന് പറയണുണ്ട്. ദ്രവ്യം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഒന്നും എൻ്റെ അല്ല, അതൊക്കെ ഭഗവാന്റെ ആണ്. ഭഗവാൻ എപ്പോൾ തരണോ അപ്പോൾ സ്വീകരിക്കണോ, എപ്പോൾ എടുത്തോണ്ട് പോകണോ അപ്പോൾ ഭഗവാന്റെ ഇഷ്ടം. അപ്പൊ ദ്രവ്യത്തില് എനിക്ക് ഭോക്തൃത്വമോ സ്വത്വമോ ഇല്ലാതാവും. ദ്രവ്യം ഭഗവാന്റെ ആണെന്ന് കരുതിയാൽ. അതേപോലെ ക്രിയയെ ഭഗവാന് സമർപ്പിക്കുക. കർമ്മം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം വിട്ടിട്ട് ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രമായി പ്രവർത്തിക്കണു. ഞാനല്ല കർത്താവ്. അപ്പൊ കർമ്മത്തിലുള്ള പിടിയും വിട്ടു. മൂന്നാമത് ഭാവാദ്വൈതം. ലോകത്തിൽ ആരോടും രാഗവും ദ്വേഷവും ഉണ്ടാവാതിരിക്കാൻ സകല പ്രാണികളുടെ രൂപത്തിലും സർവേശ്വരൻ വേഷം കെട്ടി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. മുണ്ടിൽ നൂല് പോലെ ജഗത്ത് മുഴുവൻ ബ്രഹ്മം നിറഞ്ഞു നിൽക്കണു എന്ന് ഭാവത്തിൽ പരിശീലിച്ച് രാഗദ്വേഷവും നീക്കിയാൽ മനസ്സ് പൂർണ്ണമായി ശാന്തിയാവും. ഇതിപ്പോൾ ടാബ്ലറ്റ് ഫോമിൽ തന്നു അത്രയേ ഉള്ളൂ. ജീവിതം മുഴുവൻ ചെയ്യേണ്ട തപസ്സാണ്. 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, ഓരോ ദിവസവും ദൈനംദിന ജീവിതം. അല്ലാതെ അധ്യാത്മ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നു, പുറകെ ഇങ്ങനെ ഒരു ലൈറ്റ് വന്നു, അതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും നടക്കില്ല. ഓരോ മൊമെന്റ്, ഓരോ മിനിറ്റിലുള്ള തപസ്സാണ്. തപസ്സെന്ന് വെച്ചാൽ ആണിയുടെ മേലെ നിൽക്കലോ പഷ്ണി കിടക്കലോ ഒന്നുമല്ല. തപസ്സെന്ന് വെച്ചാൽ പതുക്കെ 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 ഈ അദ്വൈതത്തിനെ ഭാവത്തിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ആണ്, ഭഗവത് സ്വരൂപമാണ്, ഭഗവാന് വേണ്ടിയാണ് ജീവിതം.
ഭഗവാനാണ്, ഭഗവാന് വേണ്ടിയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ പതുക്കെ അവിടുന്ന് വഴിമാറി, ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങിയ ആള് നടക്കണം, പോട്ടെ ഈ അഹങ്കാരം. അവിടുന്ന് ആ അഹങ്കൃതി ഒഴിഞ്ഞു പോവാനുള്ള വഴിയാണ്. അപ്പൊ സുഖം ദുഃഖം എന്തു വന്നാലും ഭഗവാന്റെ ഇഷ്ടം. ലാഭം വരട്ടെ, അത് ഭഗവാൻ തന്ന പ്രസാദം. നഷ്ടം വന്നാൽ അതും ഭഗവാന്റെ ഇഷ്ടം. ജയം കിട്ടുമ്പോൾ അതിൽ കിടന്ന് തുള്ളാതെ ആ ജയം ഭഗവാന്റെ ഇഷ്ടം. പരാജയം വന്നാൽ അതും ഭഗവാന്റെ ഇഷ്ടം. ഇങ്ങനെ കരുതി നിശ്ചയിച്ചിട്ട് ഭഗവാന്റെ കയ്യിൽ വെറും യന്ത്രമായിട്ട് യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറായിക്കൊള്ള. ഒരു പാപവും തന്നെ ബാധിക്കില്ല. പാപം എന്ന് വെച്ചാൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇവിടെ ഒരു റിയാക്ഷനും ഉണ്ടാക്കില്ല എന്നർത്ഥം. സമദർശിത്വം ചലിച്ചു പോവില്ല എന്നർത്ഥം. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഒരു ടോപ്പിക്ക് ഇവിടെ ക്ലോസ് ചെയ്യാണ്. സാഖ്യബുദ്ധി. ഇത്രയും നേരം സാഖ്യജ്ഞാനം, സംഖ്യ എന്ന് വെച്ചാൽ എണ്ണുക അല്ലേ, സാഖ്യം എന്ന് വെച്ചാൽ അനാലിസിസ് ആണ്, വേർതിരിച്ച് നിർത്തുകയാണ്. പ്രകൃതി വേറെ, പുരുഷൻ വേറെ, ആത്മാ അച്ഛേദ്യനാണ്, അദാഹ്യനാണ് എന്നൊക്കെ പറഞ്ഞു, ഒക്കെ വേർപിരിച്ചു. ശരീരം വേറെ, ആത്മാ വേറെ. ശരീരം മരിക്കും, ചൈതന്യം മരിക്കില്ല. ഇതൊക്കെ ഇപ്പോൾ ബുദ്ധി കൊണ്ട് അറിഞ്ഞു. ബുദ്ധി കൊണ്ട് അറിഞ്ഞിട്ട് വെറും ബുദ്ധിയിൽ മാത്രം ഈ ജ്ഞാനം നിൽക്കണു. പ്രായോഗികമായിട്ട് അനുഭവ മണ്ഡലത്തിൽ വരുമ്പോൾ ഒന്നും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും നേരം പറഞ്ഞത് ബ്രഹ്മവിദ്യ. ഇനി പറയാൻ പോണത് യോഗശാസ്ത്രം. ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള അറിവ്. ആദ്യം ആ അറിവ് കിട്ടണം. അറിവ് നമുക്ക് വ്യക്തമായി, ശരീരം വേറെ, ആത്മാ വേറെ. ശരീരം ജഡമാണ്, ഞാനോ ചൈതന്യ വസ്തു. ശരീരം അംഗങ്ങളുള്ളതാണ്, വളർന്നു വന്നതാണ്. ഞാൻ വളരുമൊന്നും ചെയ്തില്ല. ഞാൻ സദാ ഏകരൂപമായുള്ള അനുഭവമാണ്. ഞാൻ എന്നുള്ള അനുഭവത്തിൽ മാറ്റമേ ഇല്ല. ശരീരം മാറിക്കൊണ്ടേയിരിക്കണു, പരിണമിച്ചുകൊണ്ടേയിരിക്കണു. മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കണു. മനസ്സിന് പുറകിലുള്ള ഞാൻ എന്നുള്ള അനുഭവം ഒരു ചലനവും കൂടാതെ നിൽക്കണം. ഇത് രണ്ടും വേർതിരിച്ച് കാണിച്ചു തന്നു ഭഗവാൻ. ഇനി പ്രവൃത്തി മണ്ഡലത്തില് ഇതിനെ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് കർമ്മയോഗം. അതിനെ ഭഗവാൻ പറയാൻ പോകുന്നു. ഒരു പറ്റം ആളുകൾ വളരെ പക്വികളായിരിക്കും. അവർക്ക് സന്യാസത്തിനുള്ള അർഹത ഉണ്ടാവും. സന്യാസത്തിനുള്ള അർഹത, സന്യാസം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാഷായം ഉടുക്കുകയോ മൊട്ടയടിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല. സന്യാസോ നിർമ്മലം ജ്ഞാനം, കാഷായോ നച്ച മുണ്ടനം. ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു, ജ്ഞാനം സന്യാസ ലക്ഷണം. സന്യാസത്തിൻ്റെ ലക്ഷണം ആത്മജ്ഞാനമാണ്, ആത്മസാക്ഷാത്കാരം സന്യാസം. അവർക്ക് സർവ്വകർമ്മങ്ങളും വിട്ടുപോകും. അവർക്ക് ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദൂഷ്യവും വരാനില്ല. അത് വളരെ കുറച്ചു പേർക്ക് പക്വതയുണ്ടാവും എല്ലാത്തിൽ നിന്നും വിട്ടുപോവാനായിട്ട്. ഒരു ഗൃഹസ്ഥ സ്ത്രീ, അവരുടെ വീട്ടില് ആ അമ്മയും അവരുടെ അനിയനും ഭർത്താവും ഉണ്ട്. അപ്പൊ ഈ അനിയൻ എവിടെയോ കുറച്ച് വേദാന്തമൊക്കെ കേട്ടപ്പോ അയാൾക്ക് സന്യാസി ആവണം എന്ന് ആഗ്രഹം. അപ്പൊ അയാൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ സന്യാസിയാവാൻ പോണോട്ടോ ചേച്ചി. അപ്പൊ ചേച്ചിക്ക് വലിയ വിഷമം, ചേട്ടത്തിക്ക് വലിയ വിഷമായി. ഈ അനിയൻ ഇങ്ങനെ സന്യാസിയായി പോയാലോ, കുടുംബം എന്താവും? അപ്പോ അവർ കുറെ ഉപദേശിച്ചു. എത്ര ഉപദേശിച്ചാലും ഞാൻ അടുത്ത മാസം സന്യാസിയാവാൻ പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അടുത്ത മാസം ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവാണ്. അപ്പൊ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് ഈ അമ്മ പറഞ്ഞു, ദാ എൻ്റെ അനിയൻ പറയണു അയാൾ സന്യാസി ആവാൻ പോവാണ്, അത്ര ഒന്ന് ഉപദേശിക്കൂ. ഭർത്താവ് കുറച്ച് വിവരവും പക്വതയുള്ള ആളാണ്. ഭർത്താവ് പറഞ്ഞു, പേടിക്കേണ്ട, അങ്ങനെയൊന്നും അയാൾ സന്യാസിയൊന്നും ആവില്ല. അപ്പൊ ഈ സ്ത്രീക്ക് വലിയ വിഷമം. അടുത്ത ദിവസം പറഞ്ഞു, നിങ്ങളൊന്ന് എൻ്റെ അനിയനെ ഒന്ന് ഉപദേശിക്കും, അയാൾ സന്യാസി ആവാൻ പോകണമെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട, അവൻ സന്യാസി ആവില്ല. ഈ സ്ത്രീക്ക് വിഷമായി. എൻ്റെ അനിയനായതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പാശവും അവനോടില്ല, അതുകൊണ്ടാണ് അവനെ ഉപദേശിക്കാത്തത്. അങ്ങനെയൊന്നും അല്ല, സന്യാസി ആവില്ല അവൻ. അടുത്ത ദിവസം ഭർത്താവ് കുളത്ത് പോയി കുളിച്ചിട്ട് വരികയാണ്. ഈറത്തോർത്തോടുകൂടെ കുളിച്ചിട്ട് വരുമ്പോൾ ഈ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടും സ്നേഹവുമില്ല, എൻ്റെ അനുജനോടും സ്നേഹവുമില്ല,
അവൻ നാളെ സന്യാസിക്കാൻ പോകണമെന്ന് പറയണോ, നിങ്ങൾ അവനോട് ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ. ഭർത്താവും അതേപോലെ ദേഷ്യത്തോട് പറഞ്ഞു, തന്നോട് ഞാൻ പറഞ്ഞില്ലേ അവൻ സന്യാസി ആവില്ല എന്ന്. സന്യാസി ആവണവരിങ്ങനെ അടുത്ത മാസം അടുത്ത ആഴ്ച എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവൻ സന്യാസി, അങ്ങനെയൊന്നും സന്യാസി ആവാൻ പറ്റില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഭർത്താവിനോട് ചോദിച്ചു, അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്ന് എന്തോ നിങ്ങൾ അറിവുള്ള പോലെ പറയണു, പിന്നെ എങ്ങനെയാ ആവുക ചോദിച്ചു. അദ്ദേഹം ഉടുത്തിരിക്കുന്ന തോർത്തെറിഞ്ഞ് ഒരു കുട കൊടുന്നു. ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഒരു നടന്നു, തിരിഞ്ഞു നോക്കാതെ നടന്നു. ചിലർക്ക് അതിനുള്ള യോഗം ഉണ്ടാവും. ഇടിവെട്ടണ പോലെ ആ വൈരാഗ്യം വരും, അതോടെ കഴിഞ്ഞു. ഒന്നിനോടും ആസക്തിയില്ലാത്ത സ്ഥിതി ചിലപ്പോൾ വന്നു പോകും. അത് അപൂർവം. പട്ടണത്ത് സ്വാമികൾ, തമിഴ്നാട്ടിലുണ്ടായിരുന്ന സിദ്ധൻ, കോടിക്കണക്കിന് രൂപ സ്വത്തുണ്ടായിരുന്നു, മുത്തു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് ഈശ്വരൻ തന്നെ മകനായി ജനിച്ചു എന്നാണ് കഥ. അതായത് ആ മകൻ 16 വയസ്സ് വരെയോ മറ്റോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു കുട്ടി. അത് എവിടുന്നോ കിട്ടിയ കുട്ടിയാണ്, അദ്ദേഹത്തിന് ജനിച്ച കുട്ടിയല്ല. 16-ാമത്തെ വയസ്സിൽ ഈ കുട്ടി മുത്തു വ്യാപാരത്തിന് പോയി. മുത്തൊക്കെ വിറ്റ് കിട്ടിയ പൈസയൊക്കെ വേദപാഠശാലകൾക്കും പശുമടത്തിനും ഒക്കെ ദാനം ചെയ്തിട്ട് കുറേ ചാണക വരട്ടിയും വാങ്ങിച്ചുകൊണ്ട് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്ന് അച്ഛൻ വിചാരിച്ചു, അച്ഛൻ്റെ പേര് ശ്വേതാരണ്യൻ, അത് തമിഴിലെ പേര് തിരുവെങ്കാട ചെട്ടിയാർ എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ പേര് തിരുവെങ്കാടൻ. അപ്പം അദ്ദേഹം മകൻ ധാരാളം പണവും കൊണ്ടുവരും എന്ന് വിചാരിച്ചപ്പോൾ ഒരു വട്ടി നിറയെ ചാണക വരട്ടി. ദേഷ്യം വന്നു ഇയാൾക്ക്. ഉള്ളതൊക്കെ വിറ്റിട്ട് ചാണക വരട്ടിയുമായിട്ട് വന്നിരിക്കണു. ആ വരട്ടി എടുത്ത് എറിഞ്ഞപ്പോൾ വരട്ടിയുടെ ഉള്ളിൽ നിന്ന് കുറേ രത്നങ്ങളൊക്കെ ചെതറി വീണു അത്ര. അപ്പോൾ സുഖം കാണിച്ചു കൊടുക്കുകയാണ്. പണം ലാഭം കിട്ടേണ്ട സ്ഥലത്ത് ഭയങ്കരമായ നഷ്ടം വന്നപ്പോൾ മകനെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം വന്നു. ആ ചാണകവരട്ടി എടുത്ത് എറിഞ്ഞ് ചാണകവരട്ടി പൊട്ടിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കുറേ അമൂല്യ രത്നങ്ങൾ ചെതറി. യോ, എൻ്റെ മകൻ ഇത്ര സമ്പാദിച്ചോട്ട് വന്നു, സന്തോഷം. ഒരു വശത്ത് നോക്കണം, ഒരേ ആളോടാണ്. അപ്പം മകനോടുള്ള സ്നേഹമല്ല, തന്നോടുള്ള സ്നേഹമാണ്. തനിക്ക് കിട്ടേണ്ട ലാഭം നഷ്ടമായപ്പോൾ അവനെപ്പോൾ വെട്ടുന്നായി. അതും ലാഭമായപ്പോൾ അവനിപ്പോൾ കെട്ടി പിടിച്ച് ആലിങ്ങനെ ചെയ്യണമെന്നായി. ഈ രത്നം കണ്ടപ്പോൾ മകനെ ആദ്യം ചീത്ത പറഞ്ഞയച്ചതാണ്. അപ്പം മകനെവിടെയെന്ന് അന്വേഷിച്ചു പോയി. വീട്ടിലൊന്നും കാണാനില്ല. ഭാര്യയോട് ചെന്ന് ചോദിച്ചു, മകനെവിടെയെന്ന് ചോദിച്ചു. മരുതവാണൻ എന്ന് പേരിട്ടുണ്ടായിരുന്നു. മകനെവിടെ എന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇത്ര സ്വത്തും കൊണ്ടുവന്ന് തന്നിരിക്കണു മകൻ, അവനെ ചീത്ത പറഞ്ഞു ചാണക വരട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതിന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവൻ എവിടെ പോയി എന്നറിയില്ല, എൻ്റെ കയ്യിൽ ഒരു പെട്ടി തന്നിട്ട് പോയി എന്ന് പറഞ്ഞു. ചെറിയൊരു പെട്ടി, ഒരു കാസ്കറ്റ്. ആ പെട്ടി പട്ടണത്താർ തുറന്നു നോക്കിയപ്പോൾ, പട്ടണത്താർ എന്നാണ് അദ്ദേഹത്തിനെ പിന്നീട് വിളിച്ചിരുന്നത്, കാവേരിപ്പൂം പട്ടണം, കാവേരി സമുദ്രത്തിൽ ചേരുന്ന സ്ഥാനം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ പെട്ടിയുടെ ഉള്ളിൽ തല പൊട്ടിയ ഒരു സൂചി, എന്നിട്ട് ഒരു കവിതയും എഴുതി വെച്ചിരിക്കുന്നു, കാതത്ത ഭൂശിയും വാരാത് കാൺ കടവഴിക്ക്. ഈ കാതു പൊട്ടിയ സൂചി പോലും താൻ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ആർത്തി പിടിച്ച് അലയണത്. ഈ കവിത വായിച്ച ഉടനെ പട്ടണത്ത് സ്വാമികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈശ്വരൻ തന്നെ തനിക്ക് ഗുരുവായിട്ട് വന്ന് ഉപദേശിച്ചു എന്ന് കരുതി പിന്നെ മകനെ ഒന്നും അന്വേഷിച്ചില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി. കൗപീനമാത്രധാരിയായിട്ട് ഇറങ്ങി. കോടിക്കണക്കിന് രൂപ സ്വത്ത്, എന്ത് ചെയ്യണം ആലോചിച്ചില്ല. അദ്ദേഹത്തിനൊരു മാനേജറുണ്ട് എത്രയാ. ആ മാനേജർ വന്ന് ചോദിച്ചു, സ്വാമികളെ ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യണം, ആരുടെ പേരിൽ എഴുതി വെക്കണം? വേറെ വല്ലവരും ആണെങ്കിൽ എന്തെങ്കിലും മഠത്തിന് എഴുതി വെക്കുവോ, അവിടെ വെക്കൂ വിളിക്കൂ. തൻ്റേതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം തോന്നും അല്ലേ. അദ്ദേഹത്തിന് എപ്പോൾ ഈ സന്ദേശം കിട്ടിയോ അപ്പോഴേ ഇതൊന്നും തൻ്റേതല്ലായി കഴിഞ്ഞു. പിന്നെ താനാരാ ഇതൊക്കെ ചെയ്യാം? എന്ത് ചെയ്യണം ഈ സ്വത്തൊക്കെ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത് തെരുവിലെറിയൂ എന്ന് പറഞ്ഞു. കൊണ്ടുപോകണവർ കൊണ്ടുപോട്ടെ, എടുത്ത് തെരുവിലെറിയൂ എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലം, അവിടെ വന്ന് സുഖമായി കാൽമേൽ കാലിട്ട് സൗഖ്യമായിട്ട് ഇരിക്കുക. അപ്പൊ അവിടുത്തെ രാജാവ് തേരിൽ രഥത്തിൽ ഇങ്ങനെ പോണു. രാജാവിന് ഇദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. കൊട്ടാരത്തിലേക്ക് വേണ്ട രത്നങ്ങളും മുത്തുകളും ഒക്കെ സപ്ലൈ ചെയ്യണത് ഇദ്ദേഹമാണ്.
രാജാവ് നോക്കിയപ്പോ തനിക്ക് പരിചയമുള്ള പോലെ, പക്ഷേ തലയൊക്കെ മൊട്ടയടിച്ച് കൗപീനം ധരിച്ചിരിക്കണം. അപ്പോ കൂടെ ഉള്ള സാരഥിയോട് ചോദിച്ചു, ഇത് ആരാ ഇരിക്കണത്? സാരഥി പറഞ്ഞു, ആ പട്ടണത്ത് ഉള്ള ചെട്ടിയാറാണ്. അദ്ദേഹത്തിന് എന്തോ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നുന്നു. ഇതാ എല്ലാം കോടിക്കണക്കിന് രൂപ സ്വത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണമെന്നു. ഇപ്പൊ രാജാവ് അടുത്തുപോയി. എപ്പോഴും രാജാവിന് പിറന്നാൾ സമ്മാനമായിട്ട് രത്നമൊക്കെ കൊണ്ടുപോകും അത്രയും. എന്താന്ന് വെച്ചാൽ രാജാവിന് എപ്പോഴും ഐസ് വെക്കണമല്ലോ, ബിസിനസ്സുകാരല്ലേ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് വെക്കും. അതുകൊണ്ട് സമയത്തിന് പോയിട്ട് ഒക്കെ രാജാവിനെ കാണണം, മുഖം കാണിക്കാൻ ഒക്കെ പോയി നിൽക്കണവരാണ്. ഇപ്പൊ അദ്ദേഹം രാജാവിനെ ശ്രദ്ധിച്ചതേ ഇല്ല. രാജാവ് വന്നപ്പോൾ സുഖമായിട്ട് അനങ്ങാതിരിക്കണം. രാജാവ് മുമ്പിൽ പോയി നമസ്കരിച്ച് ഓച്ചാനിച്ച് നിന്നു. രാജാവ് ചോദിച്ചു, എല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ച് കോടിക്കണക്കിന് സ്വത്ത് ഉപേക്ഷിച്ച് ഈ തെരുവിൻ്റെ പുറത്ത് ഈ പൊളിഞ്ഞ അമ്പലത്തിൽ വന്നിരിക്കണമല്ലോ. ഒന്നും മിണ്ടിയില്ല. അപ്പൊ സ്വാമികളോട് ചോദിച്ചു, ഇത്രയൊക്കെ സർവവും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ കീറത്തുണി ഉടുത്തിരിക്കുന്ന അങ്ങയ്ക്ക് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിച്ചു. എല്ലാം ലാഭമാണല്ലോ നമ്മൾ ഇച്ഛിക്കുക. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ലാഭം കിട്ടി എന്ന് ചോദിച്ചപ്പോ സ്വാമികൾ രാജാവിനെ നോക്കി പറഞ്ഞു അത്രേ, നീ നിക്ക് ഞാൻ ഇരുക്ക്. അല്ലെങ്കിൽ എപ്പോഴും അരമനയിൽ വന്നിട്ട് തൻ്റെ മുമ്പിൽ ഞാൻ ഓച്ചാനിച്ച് നിൽക്കും, നീ ഗൗരവമായിട്ട് സിംഹാസനത്തിലിരിക്കും. ഇപ്പൊ പൊസിഷൻ മാറിയത് കണ്ടില്ലേ? ആര് ആഗ്രഹമറ്റവനോ അവനാണ് യഥാർത്ഥ ചക്രവർത്തി. ആഗ്രഹമുള്ളവൻ എപ്പോഴും ആർക്കെങ്കിലും അടിമയാണ്. ഒന്നും വേണമെന്നുള്ള ആഗ്രഹമില്ലയോ, യാതൊന്നിലും എക്സ്പെക്ടേഷൻ, അംബീഷൻ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ ചക്രവർത്തിയാണ്. അവൻ പിന്നെ ജീവിതത്തിനെ പന്ത് തട്ടി കളിക്കും. ആർക്ക് എക്സ്പെക്ടേഷനും അംബീഷനും ഡിസയറും ഉണ്ടോ അവൻ പിച്ചക്കാരനാണ്. അവൻ എത്ര വലിയവനാവട്ടെ അവൻ്റെ ഉള്ളിൽ ഭിക്ഷാപാത്രവുമാണ്. അവൻ വെളിയിൽ വേണമെങ്കിൽ നല്ല കാറിൽ പോകുമായിരിക്കും, ഉള്ളിൽ ഭിക്ഷാപാത്രം കൊണ്ടാണ് പോണത്. പക്ഷെ ഉള്ളിൽ നിന്ന് ഇത് പോയവൻ ഏത് സ്ഥിതിയിലിരുന്നാലും ചക്രവർത്തിയാണ്. അവന് വേണമെങ്കിൽ എന്തും വെച്ച് വ്യവഹരിക്കാം, എന്തും തള്ളിക്കളയുകയും ചെയ്യാം, സുഖമായിട്ട് ഇരിക്കാൻ കഴിയും. ജനക മഹാരാജാവ് അങ്ങനെയായിരുന്നു. ചക്രവർത്തിയായിരുന്നു ജനകൻ ആ സ്ഥിതിയിലിരുന്നു. അദ്ദേഹത്തിന് യാതൊന്നിനോടും ആസക്തിയില്ല, ഒന്നും വേണമെന്നില്ല. മിഥിലാ നഗരിയിൽ തീ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, മിഥില മുഴുവൻ തീ പിടിച്ചാലേ ഞാൻ ബാധിക്കപ്പെടില്ല എന്ന്. ഈ ശരീരം തന്നെ എരിഞ്ഞു പോയാലേ എനിക്കൊന്നുമില്ല. നമേ കിഞ്ചിത് പ്രണശ്യതി അനന്തം ബദമേ വിത്തം യസ്യമേ നാസ്തി കിഞ്ചന. അനന്തമായ വിത്തത്തിനുടമയാണ് ഞാൻ. എൻ്റെ ഉള്ളിലുള്ള ആത്മവസ്തു ചലിക്കാത്ത ഖനിയാണ്, ആനന്ദഖനിയാണ്. അത് നഷ്ടമാവുകയില്ല എന്ന്. പുറത്തൊന്നിനെയും ഞാൻ ആശ്രയിച്ച് നിൽക്കണില്ല എന്ന് പറഞ്ഞു ജനകൻ. അപ്പോ ഈ ആശ്രയം ദുഃഖം. ആശ്രയം വിട്ടവൻ സ്വതന്ത്രനാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ അങ്ങോട്ട് ഇദ്ദേഹത്തിനെ പോലെ ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ? ആരും ഉപേക്ഷിച്ചു പോകുന്നുവോ അവർ സാഖ്യന്മാരാണ്. അവർക്ക് ജ്ഞാനം പൂർണ്ണമായി. അവർക്കിനി കർമ്മത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർക്കും ക്ഷത്രിയന്മാരായി യുദ്ധം ചെയ്യേണ്ടവർക്കും രാജ്യപരിപാലനം ചെയ്യേണ്ടവർക്കും മറ്റു പലർക്കും അങ്ങനെ അങ്ങോട്ട് ഒരേ അടിക്ക് എല്ലാത്തിനും ഉപേക്ഷിച്ച് സന്യാസം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പോ കർമ്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കർമ്മം ചെയ്യാതെ തരമില്ല അവർക്ക്. കർമ്മം ഒഴിച്ചുകൂടാവുന്നതല്ല അവർക്ക് വേണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. ഒരു കർമ്മത്തിൻ്റെ ചക്രം ചുറ്റി തുടങ്ങിക്കഴിഞ്ഞു, ഇനി അതിനെ നടുവിൽ വെച്ച് നിർത്താൻ പറ്റില്ല. അപ്പോ ഭഗവാൻ പറയണത് എന്താന്ന് വെച്ചാൽ, ഈ ജ്ഞാനത്തിനെ ബുദ്ധിയിൽ അറിഞ്ഞുവല്ലോ. അനുഭവത്തിൽ വന്നില്ല എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. ബുദ്ധിയിൽ അറിഞ്ഞു. ഈ ബുദ്ധിയിൽ അറിഞ്ഞ ഈ ജ്ഞാനം കൊണ്ട് തന്നെ ഞാൻ കർത്താവോ ഭോക്താവോ അല്ലാന്നറിഞ്ഞു. ഇനി കർമ്മമണ്ഡലത്തിൽ വ്യവഹരിക്കുമ്പോൾ പുതിയ വാസനകളൊന്നും ഉള്ളിൽ പ്രവേശിക്കാതെ ഉള്ള വാസനകൾ ഒഴിച്ചു മാറ്റണം. കർമ്മം ചെയ്യുന്നതിൻ്റെ സ്വഭാവമേ മാറിപ്പോകണം. സാധാരണ ആളുകൾ പ്രവർത്തിക്കുന്നത് എന്തിനാ? എനിക്കെന്തെങ്കിലും കിട്ടണം. പക്ഷേ ഒരു സാധകൻ, ഒരു യോഗി, അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നല്ല, ഭഗവാനെ ഉള്ള വാസനകളൊക്കെ ഒഴിഞ്ഞു പോട്ടെ, പൂർണ്ണ ശാന്തി ഉണ്ടാവട്ടെ. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ചിത്തശുദ്ധി ഉണ്ടാവാനായിട്ട് കർമ്മം ചെയ്യുന്നു. അപ്പൊ കർമ്മത്തിന്റെ ലക്ഷ്യം പരമേശ്വര പ്രീത്യർത്ഥം ആയി പോകും. ഭഗവാൻ പ്രീതിപ്പെടട്ടെ, ചിത്തം ശുദ്ധമാവട്ടെ. ചിത്തം ശുദ്ധമായി ഭഗവത് സാക്ഷാത്കാരത്തിന് വഴി തുറന്നു കിട്ടട്ടെ എന്ന് ആശിച്ച് മാത്രം പ്രവർത്തിക്കുന്നു അയാൾ.
അയാൾക്ക് കർമ്മത്തിനെ ഒഴിച്ചുവിടാൻ പറ്റില്ല. സാധനയായ കർമ്മത്തിനെയാണ് ഞാൻ പറയണത്, ജ്ഞാനിയുടെ കർമ്മത്തിനെയല്ല. സാധകന്റെ കർമ്മം, സാധകന്റെ കർമ്മത്തിൽ അയാൾക്ക് കർമ്മത്തിനെ ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പൊ കർമ്മത്തിനെ തന്നെ പൂജയാക്കി മാറ്റണം. കർമ്മം ചെയ്യുമ്പോൾ തന്നെ അതൊരു ആരാധനയായിട്ട് മാറ്റണു. ഇതിനെ ഭഗവാൻ ബുദ്ധിയോഗം എന്ന് പറയുന്നു. ഇത് തന്നെ പക്വപ്പെട്ട് വരുമ്പോൾ അകർമ്മമായിട്ട് മാറും. കർമ്മം തന്നെ വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മ ഇവ. അറിയേണ്ടത് അറിഞ്ഞ ആള് എന്തു പ്രവർത്തിച്ചാലും അയാൾ ഒന്നും ചെയ്യണില്ല എന്നാണ്. അത്തരത്തിലൊരു സ്ഥിതി വരും. ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം പരിപൂർണമായി ഉള്ളിൽ നിന്ന് അസ്തമിച്ചു പോകുമ്പോൾ പ്രവൃത്തി നടക്കും, പ്രവർത്തകൻ ഇല്ലാതെ. ആക്ഷൻ വിൽ ടേക്ക് പ്ലേസ് വിത്തൗട്ട് ആൻ ആക്ടർ, വിത്തൗട്ട് എ ഡൂവർ. അപ്പോ അതിലേക്കാണ് പതുക്കെ ഭഗവാൻ വരുന്നത്. കുറച്ചായിട്ട് അനാവരണം ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പൊ ഈ ഒരു ടോപ്പിക് ഭഗവാൻ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ, പൂർത്തി ചെയ്യാൻ. ഏഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ അഭിഹിത സാഖ്യേ ബുദ്ധി. ഇത്ര നേരം ശുദ്ധമായ ജ്ഞാനമാർഗത്തിനെ പറഞ്ഞു. ഭഗവത്ഗീതയിൽ കർമ്മയോഗമാണ് എന്നൊക്കെ തിലകനൊക്കെ സിദ്ധാന്തിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ചിലർ പറയുന്നു കർമ്മസമുച്ചയ ജ്ഞാനമാണെന്ന്. ഇതിനെയൊക്കെ ആചാര്യസ്വാമികൾ തള്ളിക്കളയുന്നു. ജ്ഞാനം മാത്രമേ ഏത് ശാസ്ത്രത്തിനും ലക്ഷ്യമാവാൻ പറ്റുള്ളൂ. കർമ്മസമുച്ചയമോ കർമ്മയോഗമോ ഒന്നും ലക്ഷ്യമല്ല. പക്ഷേ ഗീത നമ്മളെ കൊണ്ടുപോണത് കർമ്മസമുച്ചയത്തിലേക്കോ അല്ലെങ്കിൽ കർമ്മയോഗത്തിലേക്കോ, കർമ്മസമുച്ചയത്തിലേക്കല്ല. പിന്നെയോ കർമ്മയോഗം എന്ന് വെച്ചാൽ എന്താണ്? കർത്തൃത്വബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന മണ്ഡലത്തിലേക്കാണ് ഗീത കൊണ്ടുപോകണം. ജ്ഞാനമാണ് ലക്ഷ്യം. ജ്ഞാനത്തിന് തടസ്സമായിട്ട് കർമ്മം നിൽക്കുന്നത് കൊണ്ട് കർമ്മവാസനകളെ മുഴുവൻ ഒഴിച്ചു മാറ്റി ജ്ഞാനം തെളിച്ചെടുക്കണം. ബ്രാഹ്മീ സ്ഥിതിയിലേക്ക് എത്തണം ഈ ജീവൻ. അപ്പം അതിന് ഇയാൾക്ക് കർമ്മം ഒരു തടസ്സം, കർമ്മവാസനകൾ തടസ്സം. വൈദികമായ കർമ്മങ്ങളെ വിധിക്കുന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഇത് പറയുന്നുണ്ട്. വേദം നമുക്ക് പല കർമ്മങ്ങളെയും വിധിക്കുന്നത് കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ലൗകിക കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് വൈദിക കർമ്മങ്ങളുടെ ഒരു ഡിസിപ്ലിനിൽ കൊണ്ടുവന്നിട്ട് ക്രമേണ നൈഷ്കർമ്മ്യസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനാണ്. ജ്ഞാനം പൂർണ്ണമാവാനാണ്, പൂർണ്ണമായ ജ്ഞാനസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാണ്. വേദമാതാവിന് നമ്മളെ ജ്ഞാനപ്രകാശം, പരിപൂർണമായ ബ്രഹ്മവിദ്യ തെളിച്ചു തരലാണ് ഉദ്ദേശം, അല്ലാതെ നമ്മളെ കർമ്മത്തിൽ കൊടുക്കലല്ല. അപ്പോ ഇപ്പൊ പറയാൻ പോണത് ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധി. ഇത്രയും നേരം ആത്മാവിന്റെ സ്വരൂപത്തിനെ പറഞ്ഞു. ഇപ്പൊ യോഗേ തു ശൃണു. ഞാൻ ഇപ്പൊ യോഗം പറയാം. യോഗം എന്ന് വെച്ചാൽ കർമ്മയോഗം എന്നർത്ഥം. യോഗേ തു ഇമാം ശൃണു. യോഗത്തിലുള്ള മാർഗം ഞാൻ പറയാം, കേൾക്കാം. യോഗം എന്നുള്ള സിമ്പിൾ വേർഡ്, അതിനർത്ഥം സമത്വം യോഗ ഉച്യത്തെ. യോഗ ചിത്തവൃത്തി നിരോധ. പതഞ്ജലി മഹർഷി യോഗത്തിന് ഡെഫിനിഷൻ കൊടുക്കുന്നത് ചിത്തവൃത്തികൾ. അപ്പോഴേ പറഞ്ഞല്ലോ, ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചാൽ ഉടനെ എൻ്റെ ഉള്ളിൽ ഒരു ചിത്തവൃത്തി ഉണ്ടാവണം. അർത്ഥം കൽപ്പിക്കുന്നത് കൊണ്ട് ചിത്തവൃത്തി ഉണ്ടാവും. ഈ ചിത്തവൃത്തിയെ നിരോധം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യോഗം. ചിത്തവൃത്തി ഉണ്ടാവാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് യോഗം എന്ന് പതഞ്ജലി മഹർഷിയുടെ ഡെഫിനിഷൻ. ഭഗവാൻ പറയണത് മനസ്സിൽ എത്ര തന്നെ വൃത്തികൾ പൂർവപ്രാരബ്ധം കൊണ്ട് വന്നാലും അതുകൊണ്ട് ബാധിക്കാതെ സാക്ഷി മാത്രമായിട്ട് നിന്നാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിനോട് ശണ്ട കൂടാനൊന്നും പോണ്ട. മനസ്സിനോട് നമ്മളുടെ ശക്തി മനസ്സിന് കൊടുക്കാതെ മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടിയാൽ കുറെ കഴിയുമ്പോൾ മനസ്സ് തനിയെ കെട്ടടങ്ങും.
നമ്മൾ പണ്ട് മനസ്സിനെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടാണ് മനസ്സിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പം ചെയ്യണത് നിർത്തിയാൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് തനിയെ ഓഞ്ഞു വരും. മനസ്സിനോട് ശണ്ട കൂടിയേ വേണ്ട എന്നാണ്. ഇതിനെ ഭഗവാൻ യോഗം എന്ന് വിളിക്കുന്നു. നിത്യയോഗമാണ് ഇത്. ആത്മാ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ് എന്നറിയാം. ഇതിനെ മറന്നു കളയരുത്. ഇത് നമ്മളുടെ സ്വരൂപമാണ്. അപ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുന്നു. മനസ്സ് ഞാനല്ല. മനസ്സ് ഞാൻ കാണുന്ന ഒരു വസ്തു. മനസ്സ് ഞാനല്ല. ശരീരവും ഞാനല്ല, മനസ്സും ഞാനല്ല. ഇതറിഞ്ഞ് പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സാക്ഷി ഭാവത്തോടുകൂടെ തന്നെ കർമ്മം ചെയ്യുമ്പോൾ ഫലത്തിൽ ഇച്ഛിക്കാൻ പാടില്ല എന്നൊക്കെ ഉപദേശിക്കും അല്ലേ? പക്ഷേ എല്ലാവർക്കും പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അറിയാം. ഞങ്ങളോട് ചോദിച്ചിട്ടല്ല ഇച്ഛ വരണത്, പ്രവർത്തിക്കുമ്പോൾ ഇച്ഛ വരണു ഉള്ളിൽ. ഇപ്പൊ ഭഗവാൻ പറയണത് ഇച്ഛ വരട്ടെ. ഇച്ഛ എന്ന് പറയണത് ഒരു ചിത്തവൃത്തിയാണ്. ആ ചിത്തവൃത്തിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വിട്ടു നിൽക്കാം. എത്ര വേണമെങ്കിൽ ഇച്ഛിക്കട്ടെ മനസ്സ്, അതെന്ത് വേണമെങ്കിൽ പറയട്ടെ, അതിൽ നിന്ന് വിട്ടു നിൽക്കാം. അങ്ങനെ വിട്ടു നിൽക്കും തോറും മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനം കുറയും. ഇപ്പൊ മനസ്സ് പറയണതിനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നമ്മൾ ഉള്ളത്തോളം കാലം മഹേശ്വരൻ്റെ കയ്യിൽ നമ്മൾ പെടില്ല. എപ്പോൾ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ വിമുക്തമായോ അതിനാണ് വേദമാതാവ് എന്ത് പറയണത്? രാവിലെ മുതൽ സന്ധ്യാവന്തനം അനുഷ്ഠിക്കൂ, ബ്രഹ്മയജ്ഞം ചെയ്യൂ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ബ്രാഹ്മണരോട് പറയും. ഓരോരുത്തർക്കും ഓരോ അനുഷ്ഠാനം വെച്ചിട്ട് ആ അനുഷ്ഠാനത്തിൽ ഇരുന്നു കൊണ്ടിരുന്നാൽ മനസ്സ് പറയണതൊന്നും നമ്മൾ കേൾക്കില്ല. മനസ്സ് പലതും പറയും. സിനിമയ്ക്ക് പോകണമെന്ന് പറയും, പത്രം വായിക്കണം എന്ന് പറയും, നാട്ടിൽ പോയി വർത്തമാനം പറയണം. ഇതിനൊന്നും സമയമില്ലാതെ ഒരേ നിഷ്ഠയിലിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടും. അല്ലെങ്കിൽ മനസ്സ് പറയണതിനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയണത് ഇത് ഫ്രീഡമാണെന്നാണ്. തോന്നിയ പോലെ ജീവിക്കാനുള്ള ആഗ്രഹമാണ് ഫ്രീഡം. എന്നാൽ യോഗികൾ പറയണു തോന്നിയതുപോലെ ചെയ്യാതിരിക്കലാണ് ഫ്രീഡം എന്നാണ്. നമ്മൾ പറയണത് എന്താ? തോന്നിയ പോലെയൊക്കെ ചെയ്യണത് ഫ്രീഡം എന്നാണ്. അറിവുള്ളവർ പറയണത് തോന്നിയ പോലെ ചെയ്യാതിരിക്കാനുള്ള കരുത്താണ് ഫ്രീഡം. പലതും തോന്നും ഉള്ളിൽ, അതൊക്കെ ചെയ്ത അപകടമാണേ. ഭ്രാന്തൻ എന്ന് വിളിക്കും. തോന്നണമൊക്കെ ചെയ്യാൻ തുടങ്ങിയാലോ. ചിലർക്ക് അങ്ങനത്തെ സൂക്കടമൊക്കെ ഉണ്ട് അത്രേ. ബിൽഡിങ്ങിൻ്റെ മേലെ കയറി ചാടണം തോന്നും അത്രേ വെറുതെ ഇരിക്കുമ്പോൾ. മലയുടെ മേലെ നിന്ന് ചാടണം, അങ്ങനെയൊക്കെ. അത് ഒന്ന് കുറച്ച് ബലം കൂടുമ്പോഴാണ് സൂയിസൈഡൊക്കെ ചെയ്യണത്. രസത്തിന് വേണ്ടിയൊക്കെ ചെയ്തു. മരത്തിൻ്റെ മേലെ കയറി തൂക്കി, കഴുത്തിൽ കയറി കെട്ടി, കൊമ്പ് പൊട്ടി ചുവട്ടിൽ വീണു. പിടിച്ച് ചെക്കനെ ചോദിച്ചു എന്തിനാടാ ചെയ്തത് ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാൻ. ആര് നോക്കും? ചത്തു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കണം അത്ര അവന്. ഇതൊക്കെ മനസ്സിൽ തോന്നണതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എന്താവും സ്ഥിതി? ആലോചിച്ച് നോക്കൂ. നമുക്ക് ഭ്രാന്തൻ എന്ന് പേര് അതാണ്. മനസ്സിൽ വരുന്നതൊക്കെ പുറത്ത് പറയുക, മനസ്സിൽ തോന്നണതൊക്കെ ചെയ്യാം. അപ്പോ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തി, അതാണ് ഫ്രീഡം. മുക്തി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം. മനസ്സ് പലതും ആഗ്രഹിക്കും, എന്തൊക്കെയോ ആഗ്രഹിക്കും. അതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമാധാനം ഉണ്ടാവില്ല. നമുക്കിപ്പോഴാവട്ടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ സപ്ലൈ ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് നമ്മൾ കൂടുതൽ 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 കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന് അവസാനം നമ്മളെ തന്നെ വിഴുങ്ങാനുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അവനവൻ്റെ തലയിൽ കൈവയ്ക്കും. ഭസ്മാസുരനെ പോലെയാണ് നമ്മളിപ്പോൾ സയൻസിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോൾ വേൾഡ് ഓഫ് സയൻസ് ഈസ് എ മെൻ്റൽ, എന്താണ്, മാനസികമായ ഒരു സഞ്ചാരമാണ് സയൻസിൻ്റെ. ആഗ്രഹിക്കുന്നതൊക്കെ നേടാനുള്ളത്. നേടുന്നത് കൊണ്ട് സമാധാനം ഉണ്ടാവില്ല. ഭയങ്കരമായ അവസ്ഥകൾ. ഇനി കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴൊക്കെ നമുക്കൊരു പേരുണ്ട്, വേണമെന്ന് വെച്ചാൽ അവിടെ വന്ന് ഇരുന്ന് കേൾക്കാനെങ്കിലും പറ്റുന്നു. കുറച്ച് കഴിഞ്ഞാൽ അതും പോലും പറ്റാത്ത അവസ്ഥയാവും. നമ്മളുടെ ബ്രെയിനിലൊക്കെ ചിലപ്പോൾ ഓരോ കമ്പ്യൂട്ടർ ചിപ്സൊക്കെ ഘടിപ്പിച്ച് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രീയക്കാരോ അവിടുന്ന് സ്വിച്ച് അമർത്തുന്നതിനനുസരിച്ച് നമ്മൾ പോണ്ടി വരും. ആലോചിച്ചോളുക. അത്ര ഒരു ഭയങ്കരമായ അവസ്ഥ പോലും ഇവിടെ സംജാതമാവാൻ ഇടകൊണ്ട്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തി വേഗം പുറത്തു പോയിക്കൊള്ളണം. ഇനി ഈ ഭ്രാന്ത ലോകത്തിലേക്ക് വരരുത്. ഇവിടെ വന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ലാത്തൊരവസ്ഥ വന്നു പോകും. ചിലപ്പോൾ യാതൊരവസ്ഥ ആരോ നിയന്ത്രിക്കും നമ്മളുടെ ജീവിതത്തിനെ. നമുക്കൊരു പേര് പോലും ഉണ്ടാവില്ല, വെറും നമ്പറായി മാറും നമ്മളൊക്കെ. യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോവും. അതുകൊണ്ട്
കമ്പ്യൂട്ടറിനെ പേടിച്ചിട്ടെങ്കിലും പുനർജന്മം വേണ്ടാന്ന് ആഗ്രഹിക്കണം. ഭയങ്കരമായ ഒരു അസുരനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയണില്ല. നാടോടുമ്പോൾ നടുവിലോടലാണ് എല്ലാവരുടെയും സ്വഭാവമേ. പക്ഷെ മാറി നിൽക്കണവൻ ജയിക്കും. നടുവിലോടിയാൽ അപകടമാണ്. കുറച്ച് പേരുടെയെങ്കിലും ബുദ്ധി ഒറിജിനലായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് മാറി നിൽക്കാൻ കെൽപ്പുള്ളവനും ഉണ്ടാവണം. നടുവിലോടുകയാണെങ്കിൽ പോയി വീഴും. ഇപ്പം നാടോടുമ്പോൾ നടുവിലോടുകയാണ്. അതാണ് ക്രിസ്തു നമ്മളെയൊക്കെ ആട്ടുകുട്ടികളെ എന്ന് വിളിച്ചത്. സ്കൂളിൽ ഒരു കുട്ടിയോട് കണക്ക് ടീച്ചർ ചോദിച്ചു, ഒരു വേലിയുടെ ഉള്ളിൽ 10 ആടുണ്ട്, അതിൽ 4 എണ്ണം പുറത്തു പോയാൽ ബാക്കി എത്ര ഉണ്ടാവും ചോദിച്ചു. കുട്ടി പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ടീച്ചർ ചൂരലെടുത്തോണ്ട് വന്നു അടിക്കാനായിട്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു, ടീച്ചറെ വടിയൊക്കെ കയ്യിൽ വെക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കറിയുമായിരിക്കാം, പക്ഷെ ആടിനെ കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം. 4 പോയാൽ ബാക്കിയുള്ളതൊക്കെ പുറകെ പോകും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആടുകളുടെ സ്വഭാവമാണ്. 4 പേരെന്തു ചെയ്തു എല്ലാവരും അത് ചെയ്യും. എന്ത് വിഷമാ! കോമാളികളാണ് നമ്മൾ, വിവരമുള്ളവരല്ല. ഇന്നിപ്പോൾ ആരോ പറഞ്ഞു സ്കൂളിൽ പെൺകുട്ടികൾക്കൊക്കെ പാൻറ് നിർബന്ധമാക്കണു അത്രേ. ചില സ്കൂളുകളിലൊക്കെ ചെറിയ കുട്ടി പാവം പാൻറ് ഇട്ടിട്ട് സ്കൂളിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ പോലും പറ്റാതെ അടക്കി വെക്കുക വൈകുന്നേരം വരെ. ഇത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി പോലും ആലോചിക്കാതെ സകല സ്കൂളുകളും നാളെ ഇത് ചെയ്യും നോക്കിക്കൊള്ളാം. നമുക്കൊന്നും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ കുട്ടി ആണുങ്ങളെ പോലെ വേഷം കെട്ടില്ല, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഇത് വേണ്ടി വരും. ഇങ്ങനെ പരപ്രത്യയ നേയബുദ്ധികളാണ് നമ്മൾ. മറ്റുള്ളവരെ എങ്ങനെ നിശ്ചയിക്കണമോ അതിനനുസരിച്ച് ജീവിക്കണ ഒരു സമ്പ്രദായമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒക്കെ ഈ അടിമത്വത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ പുറത്തേക്ക് ഞാൻ കാലുവെക്കും എന്ന് പറയണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു ആളെങ്കിലും ഉണ്ടെങ്കിൽ ജഗത്തിലുള്ള സകല ദൈവീ ശക്തികളും അയാളുടെ പുറകിലുണ്ടാവും. അയാൾ തനിയൊന്നുമല്ല, തീരുമാനിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ കോമാളികളുടെ കൂടെ നടക്കില്ല എന്ന് തീരുമാനിക്കണം, അത്രയേ ഉള്ളൂ. വേണ്ട എന്ന് തീരുമാനിക്കാൻ ധൈര്യമുണ്ടോ? വിവേകാനന്ദ സ്വാമികൾ അടുത്ത് പറയുന്നുണ്ട്, ലെറ്റ് എ ഫ്യൂ സോൾസ് ലിവ് ഫോർ ഗോഡ് ആൻഡ് ഗോഡ് അലോൺ ആൻഡ് ലെറ്റ് ദ വേൾഡ് ഗോ, ഹാവ് നോ കോംപ്രമൈസ്. അതാണ് ബ്രാഹ്മണ്യം. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ അതാണ്. അല്ലാതെ ബ്രാഹ്മണനായിട്ട് കമ്പ്യൂട്ടറുടെ മുമ്പിൽ ഇരിക്കലല്ല. കുറച്ച് പേർ ഈശ്വരന് വേണ്ടി മാറി നിൽക്കട്ടെ, ഈശ്വരന് വേണ്ടി മാത്രം, എന്നിട്ട് ലോകത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തട്ടെ. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഹോൾ വേൾഡ് വിൽ ബി റെവല്യൂഷനൈസ്ഡ്. അങ്ങനെ 10 പേരുണ്ടെങ്കിൽ മതി. ഒരാളുണ്ടെങ്കിൽ തന്നെ ലോകം കുലുക്കണു. 10 പേരുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയാനുണ്ടോ? ഒരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പ് മുഴുവൻ അതിനു വേണ്ടി ഉണ്ടെങ്കിൽ എന്താ, എന്ത് ശക്തിയാ അതിന് പുറകിൽ? അപ്പോ അതിനുള്ള കരുത്ത് നമുക്കില്ല. നമുക്ക് ഭഗവത്ഗീത പോലും അതിന് പറ്റിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വളരെ സൗകര്യം അല്ലേ? അതിന് നമ്മളുടെ സ്വാമിമാരും ഒക്കെ കൂടെ അതിനിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ പറഞ്ഞാലേ അവർക്കും മാർക്കറ്റുള്ളൂ. അപ്പോ ആരെയും കുറ്റം പറയല്ല, വിഷമം കൊണ്ട് പറഞ്ഞു പോവുക. ഇതൊക്കെ പിന്നെ അവസാനം സമാധാനിക്കാൻ ഒരു വാക്കുണ്ട്, കലികാലം അങ്ങനെയോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറക്കം വരും രാത്രിയായ. അല്ലെങ്കിൽ ഇത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ബുദ്ധി കർമ്മത്തിലാണ്, ഫലത്തിലാണ് എപ്പോഴും ഇച്ഛ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഫലമല്ല പ്രധാനം, ഹൃദയത്തില് പൂർണ്ണതയാണ് പ്രധാനം. ആ പൂർണ്ണത ഫലത്തിൽ നിന്ന് കിട്ടില്ല, ആത്മാനുഭവത്തിൽ നിന്നേ കിട്ടുള്ളൂ എന്നറിഞ്ഞ് ആത്മതത്വം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഭഗവതർപ്പണമായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ കർമ്മബന്ധം പ്രഹാസ്യസി. ഇതാണ് ബുദ്ധിയോഗം. ഈ ബുദ്ധിയോഗത്തില് ഒന്നും നഷ്ടം വരില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. അതാണ് വൈദിക കർമ്മങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ യാഗമൊക്കെ നടത്തി, അത് എത്ര കണ്ട് എങ്ങനെ നടന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം യാഗത്തിന് ദ്രവ്യശുദ്ധി വളരെ പ്രധാനമാണ്. യാഗം ചെയ്യുന്നവരൊക്കെ തപസ്വികളായിരിക്കണം, അവർക്കൊക്കെ മന്ത്രത്തിൻ്റെ സൂക്ഷ്മ സിദ്ധി ഉണ്ടായിരിക്കണം, എല്ലാ വിധത്തിലും ശുദ്ധമായിരിക്കണം യാഗശാല.
പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ ദശരഥൻ ആ ബ്രാഹ്മണരോടൊക്കെ ചെന്ന് പറയുന്നു, നിങ്ങളൊക്കെ ശരിക്കും യാഗം ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അബദ്ധം പറ്റിച്ചാൽ എനിക്ക് അപകടം വരും. വിധിഹീനസ്യ യജ്ഞസ്യ സദ്യ കർത്താവിനശ്യതി എന്നാണ് പറയുന്നത്. വിധിഹീനമായി യജ്ഞം ചെയ്താൽ കർത്താവിനെ ബാധിക്കും, യജമാനനെ ബാധിക്കും. അതുകൊണ്ട് സങ്കല്പ വൈഷമ്യം വരരുത്. സങ്കല്പിക്കുമല്ലോ യാഗത്തിന്, അത് വളരെ പ്രധാനമാണ്. ഭാഗവതത്തിൽ പുത്രകാമേഷ്ടി ചെയ്തിട്ട് ഒരു കഥയുണ്ട്. ആണെന്ന് ഒരാൾ സങ്കല്പിച്ചു, പെണ്ണെന്ന് ഒരാൾ സങ്കല്പിച്ചു. ജനിച്ച കുട്ടി 6 മാസം ആണുമായിട്ടും 6 മാസം പെണ്ണുമായിട്ടിരിക്കും. യാഗത്തുനിന്ന് ജനിച്ച കുട്ടിയാണ്, സിദ്ധ്യുമ്നോപാഖ്യാണ്. അപ്പോ ഇങ്ങനത്തെ ഏടാകൂടമൊക്കെ വന്നു പോകും എന്നാണ്. കർമ്മമാണേ, കർമ്മമണ്ഡലത്തിൽ വളരെ ശ്രദ്ധ വേണം. ഇനിയിപ്പോൾ ചെയ്തിട്ട് ഒരു 99% ചെയ്തിട്ട് അവിടെ നിർത്തിയാൽ ചെയ്തതൊക്കെ നഷ്ടമായി. ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ വിപരീതമായിട്ട് വല്ലതും ചെയ്താലോ പ്രത്യവായ ദോഷം വരും. ഇത് സയൻസിലും വരും അല്ലേ? ഒരു ലാബറട്ടറിയിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പൂർണ്ണമാക്കാതെ എവിടെ വെച്ച് അവസാനിപ്പിച്ചാലും ആരംഭത്തിൽ അവസാനിപ്പിക്കണതിന് തുല്യം തന്നെ, നഷ്ടമായി. ചെയ്തിട്ട് നെഗറ്റീവായിട്ട് വല്ലതും ആയി എന്ന് വെച്ചാലോ ഭയങ്കരമായ എഫക്റ്റ് ഉണ്ടാവും. എന്തോ കണ്ടുപിടിക്കാൻ പുറപ്പെട്ട് ആറ്റം ബോംബ് കണ്ടുപിടിച്ചു, ന്യൂക്ലിയർ ബോംബ്, ഭയങ്കരമായ എഫക്റ്റ്, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കർമ്മത്തിലുള്ള ദൂഷ്യങ്ങളാണ്. കർമ്മത്തിൽ അഭിക്രമനാശമുണ്ട്, പ്രത്യവായ ദോഷമുണ്ട്. അഭിക്രമനാശം എന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ് വരെ ഉള്ളത്തിൽ വലിയ പൂജ്യം വാങ്ങിയ ആളെ കയറ്റിവിടണം എന്ന് പറയും. അതാണ് ഗവൺമെന്റ് സ്കൂൾ സമ്പ്രദായം. അത് 10 വരെ വരും, അവിടെ വെച്ച് തോറ്റു. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇയാൾക്ക് 1ാം ക്ലാസ്സിലത്തെ പാഠം ചോദിച്ചാലും അറിയില്ല. അതുവരെ ഇങ്ങനെ കയറ്റി വിട്ടാണ്. അപ്പൊ 1ാം ക്ലാസ്സിലേ തോറ്റതിന് തുല്യമാണ്. അപ്പോ അത് അഭിക്രമനാശം, ആരംഭിച്ചത് നഷ്ടമാവുക. ഇത് കർമ്മത്തിലൊക്കെ ഉണ്ട്. അധ്യാത്മ സാധനയിൽ നമ്മളിപ്പോൾ പലതും കേൾക്കണു, വേദാന്ത വിചാരം ചെയ്യുന്നു. ചിലതൊക്കെ മനസ്സിലാക്കി, ചിലതൊന്നും മനസ്സിലായില്ല, പൂർണ്ണമായിട്ടൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് വാർദ്ധക്യം വന്നു, മരിച്ചുപോയി. പൂർണ്ണത നേടിയിട്ടില്ലെങ്കിൽ അഥവാ അരകുറയായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ വിപരീതമായിട്ട് വല്ലതും ഉണ്ടാവുമോ? ഭഗവാൻ പറയണു ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പറയണു വേദാന്തം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാവും. ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എവിടെ നിൽക്കണോ അവിടെ നിൽക്കുക. തെറ്റിദ്ധാരണകളൊക്കെ പിന്നീട് തീരും, തെളിഞ്ഞു കിട്ടിക്കോളും. അടുത്ത ശ്ലോകം നോക്കുക. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് നൈഹ അസ്മിൻ മാർഗേ അഭിക്രമനാശഃ അസ്തി. ഈ യോഗമാർഗത്തിൽ കുറച്ചായിട്ട് മേലെ പോകുന്നല്ലാതെ ചെയ്തതൊന്നും നഷ്ടമാവില്ല. ഭരതൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനിനോട് ആസക്തി വന്നു, അറ്റാച്ച്മെന്റ് വന്ന് മാനിനെ ചിന്തിച്ചുകൊണ്ട് തന്നെ മരിച്ചു. അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു. പക്ഷെ മാനായിട്ട് ജനിച്ചത് കൊണ്ട് ചെയ്ത തപസ്സിൽ 1 ഇഞ്ച് പോലും നഷ്ടമായില്ല. ആ മാനിന്റെ ശരീരത്തിലും ആ തപസ് മുഴുവൻ അതേപടി നിന്നു. ആ മാൻ വളരെ ജാഗ്രതയായി മറ്റു മാനുകളുടെ കൂടെ ഒന്നും കൂടാതെ ഋഷികളുടെ സമ്പർക്കത്തിൽ ഇരുന്നു. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ. മാൻ ശരീരത്തിൽ തപസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും മേലോട്ട് പോയില്ലെങ്കിലും ചുവട്ടിൽ പോവാതെ ജാഗ്രതയോടെ രക്ഷിച്ചു. ചെയ്തതൊന്നും നഷ്ടമായില്ല. അബദ്ധം കൊണ്ട് മാനായാലും ചെയ്തതൊന്നും നഷ്ടമായില്ല. ന ഇഹ അഭിക്രമനാശഃ അസ്തി. അതുപോലെ ചിലരൊക്കെ ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് പ്രകാശിക്കും. ഇതൊക്കെ പണ്ട് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതേപോലെ പ്രത്യവായ ദോഷം, വൈദിക കർമ്മങ്ങൾക്ക്, കർമാനുഷ്ഠാനത്തിൽ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾക്ക് എന്താ ഫലം? ബ്രാഹ്മണന് സന്ധ്യാവന്ദനം ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയണത് ഒന്നും കിട്ടില്ല എന്നാണ്. ഒന്നും കിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനും പ്രവർത്തിക്കണോ? ഞാൻ സന്ധ്യാവന്ദനം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പ്രത്യവായ ദോഷം വരും. ഒരു ടെക്നിക്കാണതേ. ഈ ബ്രാഹ്മണരെ സെൽഫ്ലെസ് ആക്കാൻ, നിസ്വാർത്ഥരാക്കാൻ, ലോകാനുഗ്രഹത്തിന് വേണ്ടി തപസ് ചെയ്യുന്ന ഒരു വർഗത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വേദം വൈദിക ബ്രാഹ്മണരെ പ്രത്യേകം നീക്കിവെച്ചത്. അതിൽ വിജയിച്ചോ വിജയിച്ചില്ലയോ എന്നുള്ള കാര്യം വേറെ. പക്ഷേ ഉദ്ദേശം പരമശുദ്ധമായിരുന്നു.
അവർ തപസ് ചെയ്യണം, അനുഷ്ഠാനങ്ങൾ ചെയ്യണം, എല്ലാം. എന്താ ഫലം? ഞങ്ങൾ ചെയ്താൽ, ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഫലം? ഒന്നും കിട്ടില്ല, നിങ്ങൾക്കൊന്നും കിട്ടില്ല. ലോകമംഗളത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കാം. കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഞങ്ങൾ സന്ധ്യാവന്ദനം ചെയ്യണില്ല, എല്ലാ അനുഷ്ഠാനങ്ങളും പ്രത്യവായ ദോഷം വരും. ബ്രാഹ്മണനായി ചെയ്തിട്ട് ജനിച്ചിട്ട് ഇതൊന്നും ചെയ്യില്ല എന്താ പറയുകയാണെങ്കിൽ ഭയങ്കരമായ ദോഷം വരും. പ്രത്യവായം, റിയാക്ഷൻ, അതിൻ്റെ റിയാക്ഷൻ വരും. ഇതൊന്നും യോഗമാർഗത്തിലില്ല. പ്രത്യവായ ദോഷവും ഇല്ല. ഇപ്പൊ കുറെ കാലം ചെയ്തു, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. ഈ ബ്രഹ്മവിദ്യ കുറേയൊക്കെ മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റാതെ വന്നുവെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തറിഞ്ഞുവോ അതവിടെ നിൽക്കും. അറിഞ്ഞതിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഒന്നുമില്ല, പ്രത്യവായ ദോഷമൊന്നുമില്ല. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ. ഒരുപാടൊന്നും വേണ്ട, അല്പമെങ്കിലും ഈ ആത്മധർമ്മം, ആത്മാവിൻ്റെ സ്വരൂപത്തിനെ കുറിച്ചുള്ള ജ്ഞാനം അല്പമെങ്കിലും കിട്ടിയാൽ ത്രായത്തെ മഹതോ ഭയാത്. ഈ സംസാര രോഗം എന്ന് പറയുന്ന ആ വിഷം അത് ഉള്ളിൽ കയറിയിട്ട് അതിനിതൊരു മരുന്നായിട്ട് പ്രവർത്തിക്കും എന്നാണ്. ഇത് അല്പമെങ്കിലും ഈ ബ്രഹ്മവിദ്യ, ജ്ഞാനമാർഗം, ഭഗവത് ഭക്തിയുടെ മാർഗം, ഭഗവാനെ ആശ്രയിക്കുന്ന മാർഗത്തിൽ അല്പം വിജയിച്ചാൽ പോലും മതി. ശിവാനന്ദ സരസ്വതി സ്വാമികൾ ഋഷികേശില് അദ്ദേഹം കണ്ടവർക്കൊക്കെ സന്യാസം കൊടുക്കും. ചില ഋഷികേശിലുള്ള സാമ്പ്രദായിക സന്യാസികൾ പലരും പറയും അത്രേ, ശിവാനന്ദ സന്യാസത്തിന്റെ കട വെച്ചിരിക്കുകയാണെന്ന്. അദ്ദേഹം ആദ്യം രണ്ടുപേർക്ക് സന്യാസം കൊടുത്തു. എങ്ങനെയാന്ന് വെച്ചാൽ അവർ സന്യസിക്കണം എന്ന് പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് വന്നപ്പോൾ അവരെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് ബാർബറെ വിളിക്കാൻ പോയി. എന്താ സ്വാമി പൂട്ടിയിട്ടത് ചോദിച്ചാൽ, ബാർബർ വരുമ്പോഴേക്കും ഇവർക്ക് മനസ്സ് മാറിയാലോ എന്ന്, അതുകൊണ്ട് പൂട്ടിയിട്ടത് പോയി. അപ്പോൾ ഒരിക്കൽ സ്വാമികളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഈ വരണവർക്കൊക്കെ ഇങ്ങനെ കാഷായം കൊടുക്കണത് വെച്ചപ്പോൾ രണ്ടു ഉദ്ദേശം. ഒന്ന്, ഈ സന്യാസം സ്വീകരിച്ച് കുറച്ച് ദിവസമെങ്കിലും അവൻ ആ ഭാവത്തിൽ ജപവും തപവുമായിട്ട് ചെയ്യുമല്ലോ അല്ലേ, കുറച്ച് ഭഗവത് വിചാരം ചെയ്യും, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അവൻ പോട്ടെ, എന്തോ ആവട്ടെ അത്ര. അല്ലെങ്കിൽ അവൻ ഇതും ചെയ്യില്ല. പിന്നെ ഇത് ഉടുത്തിട്ട് ഇവൻ സിനിമാ തിയേറ്ററിൽ കയറില്ല, കള്ള് ഷാപ്പിൽ കയറില്ല. എന്താന്ന് വെച്ചാൽ നാട്ടുകാരടിക്കും. അവന് വേണോ വേണ്ടോ എന്നല്ല, നാട്ടുകാർ പെരുമാറും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും. അപ്പോ ഈ രണ്ട് ഗുണം ഉണ്ടാവും. അപ്പോ ഇതുകൊണ്ട് അവൻ എത്രയെന്ന് വെച്ചാൽ അത്രയെങ്കിലും കിട്ടുമല്ലോ. പിന്നെ അത് ദൂഷിച്ചു പോവാണെങ്കിൽ പോട്ടെ. അപ്പോ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ആ കാരുണ്യം കൊണ്ട് ചെയ്തത് അത്രയേ ഉള്ളൂ. സ്വൽപ്പമെങ്കിലും ഈ ധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ ത്രായത്തെ മഹതോ ഭയാത്, ഭയങ്കരമായ ഭയം നമ്മളെ വിട്ടുപോകും. നമുക്ക് ആശ്രയസ്ഥാനമായിട്ട് സർവശക്തനും സർവജ്ഞനും സർവാന്തര്യാമിയുമായിട്ടൊരു മഹാശക്തി ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയം പോകില്ലേ? പിന്നെയും മറക്കുമ്പോൾ വരും ഭയം. അതാണ് സ്വൽപ്പം എന്ന് പറഞ്ഞതേ. എപ്പോ ഓർമ്മയുണ്ടോ അപ്പോഴൊക്കെ ഭയം പോയി. മറന്നു പോകുമ്പോഴൊക്കെ വീണ്ടും പേടി വരും. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ജീവിക്കണം. എല്ലാവരും അങ്ങനെയാണല്ലോ. ലോകം എന്ന് വെച്ചാൽ കളക്റ്റീവ് മ്യൂച്വൽ ഹിപ്നോട്ടിസമാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു ഹിപ്നോട്ടൈസ് ചെയ്യും, നിങ്ങൾ എന്നെ പറയും. യോ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആരുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും മുഖത്ത് തുടങ്ങും. കുട്ടിയുടെ അടുത്ത് നല്ല കാര്യം മുത്തശ്ശന്മാർ പോലും പറയില്ല. കുട്ടിയുടെ അടുത്ത് പറയും നന്നവണ്ണം പഠിച്ച് നിറയെ സമ്പാദിക്കണം. കുട്ടി നമസ്കരിച്ചാൽ ആദ്യത്തെ അനുഗ്രഹം നിറയെ കാശ് സമ്പാദിക്കണം. കുട്ടി വിചാരിക്കും ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അന്നു മുതൽ തുടങ്ങി. ആരാ പറയണോ കുട്ടിയോട് ഭഗവാനെ ആശ്രയിക്കുമെന്നോ ഭക്തിജ്ഞാനങ്ങൾ വളരണമെന്നോ? ആര് പറയണു? എറണാകുളം പട്ടണമൊക്കെ അമേരിക്കയെ കടത്തി വെട്ടിയ പോലെ ആയിരിക്കണമെന്ന് നടന്നിട്ട് വരുമ്പോൾ പേടി തോന്നുന്നു. ഒക്കെ വളരെ മോഡേണൈസ് ആയിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ച ലക്ഷ്യം തന്നെ അനിത്യമാണെങ്കിൽ ജീവിതം എങ്ങനെ നിത്യമാവും? എങ്ങനെ സുഖം തരും? എങ്ങനെ ശാന്തി തരും? അനിത്യമായ ഒരു ലക്ഷ്യത്തിനെ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ശാശ്വതമായി സുഖം കണ്ടെത്താനും പറ്റില്ല, ഇവിടെ അങ്ങോട്ട് സുഖിക്കാനും പറ്റില്ല. എല്ലാവരും ചെറിയ ചെറിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് എന്താ കുടുംബജീവിതമൊക്കെ അത്യന്തം തകരാറ്. സന്യാസവും ആത്മജ്ഞാനവും സാക്ഷാത്കാരവും ഒക്കെ പോട്ടെ, സാധാരണ കുടുംബജീവിതം, കല്യാണമൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെയാണ്. കല്യാണം കഴിച്ച് ഒരു സൗഖ്യമായിട്ട് ഇരുന്നാൽ വേണ്ടില്ല.
കുടുംബജീവിതമൊക്കെ അത്യന്തം തകരാറ്. എത്ര ഡൈവേഴ്സാണ് ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ, എത്ര ഡൈവേഴ്സാണ്. ഒരു കാലത്ത് നമുക്ക് ആലോചിക്കാനേ പറ്റാത്ത കാര്യമായിരുന്നു, അതിപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കണം. മുസ്ലിംസിൻ്റെ ഇടയിലോ മറ്റൊന്നും ഇത്രയൊന്നും സാധ്യമല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇത്ര സാധ്യമല്ല, നമ്മളുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഇത് മാക്സിമം. എന്താ ജീവിതത്തിൻ്റെ, അവരുടെ ഇടയിൽ ഇത് അറിഞ്ഞത് കൊണ്ടല്ല, പക്ഷെ അവർക്ക് മതത്തിൽ കുറച്ചുകൂടെ ഒരു പിടിയുണ്ട് അവരുടെ ആളുകൾക്ക്. നമ്മളുടെ ഇടയിൽ ജീവിത ലക്ഷ്യം വളരെ തുച്ഛമായി പോകണമേ. സിനിമയൊക്കെ കണ്ട് ഇതുപോലെയാണ് ജീവിതം ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സിനിമയൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഞങ്ങൾക്കും ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എത്ര കാലം തൂണിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും? എല്ലാ സിനിമയും അതാണ്, ഒരു തൂണുണ്ടാവും അല്ലെങ്കിൽ ഒരു മരം ഉണ്ടാവും, ചുറ്റും ഓടിക്കൊണ്ട് എത്ര കാലം ഓടാൻ പറ്റും? എത്ര കാലം പാട്ട് പാടാൻ പറ്റും? ഈ പാട്ട് പാടലും ഓടലും തുള്ളലും ഒന്നും അല്ല ജീവിതം. ഇതൊക്കെയാണെന്ന് ധരിച്ച് ബുദ്ധിമാന്മാരായിട്ട് നടക്കണു, ധാരാളം പണം സമ്പാദിക്കണതാണ് ജീവിത ലക്ഷ്യം ധരിക്കണു. ഇപ്പൊ ഈ ഗീതയൊക്കെ കേട്ടാലും ഞാൻ പറയണു, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 2-3 പേരെങ്കിലും പറയും ഇതൊക്കെ പറയാം. ഇതൊക്കെ കേട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങി അവരാണ് എന്താ പറയാ, എല്ലാത്തിലും ബാക്ടീരിയാസ് വരും എന്ന് പറയില്ലേ, ജേംസ്. അതുപോലെ കമ്പ്യൂട്ടറിൽ വരണു, എല്ലാത്തിനെയും കേടുവരുത്തണു എന്ന് പറയും, എല്ലാത്തിനെയും മാച്ച് കളയണു. അതുപോലെ സത്സംഗത്തിൽ വരുമ്പോൾ ലൗകിക മനുഷ്യരെ സൂക്ഷിക്കണ്ട, പക്ഷെ ചിലർ സത്സംഗം കേൾക്കാൻ പോലെ വരും. വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞു, പക്ഷെ ഈ കാലത്തൊന്നും ഇതൊന്നും പ്രായോഗികമല്ല. നന്നായിട്ട് പറഞ്ഞു, കഴിഞ്ഞു. നമുക്ക് അല്പം വിശ്വാസം ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നത് മുഴുവൻ ഷൂന്ന് പോകും. അപ്പോൾ ഇവരെയാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. ഈ വർഗക്കാരെ ഏറ്റവും അധികം സൂക്ഷിക്കണം. അവർക്ക് സ്വന്തമായിട്ടുള്ളത് അവരുടെ അജ്ഞാനം മാത്രമാണ്. അതെവിടെയെങ്കിലും നഷ്ടമായിട്ട് പോകുമോ എന്നുള്ള പേടിയാണ്. അപ്പോ ജീവിതത്തിൻ്റെ ലക്ഷ്യം തുച്ഛമായ വസ്തുക്കളോ തുച്ഛമായ വിഷയമോ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശാശ്വതമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. കുറേ കഴിയുമ്പോൾ ഭയങ്കരമായി വിഷമിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ഈ കാര്യം ഇപ്പോൾ കുറേ കണ്ടിട്ട് പറയാം. ഏകദേശം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തതിൽ കണ്ട ഒരു പ്രതിഭാസം, വിവാഹ ജീവിതം, ഗൃഹസ്ഥ ജീവിതത്തിൽ പലരും വിചാരിക്കുന്നു അവരുടെ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. ഗൃഹസ്ഥ ജീവിതത്തിൽ 80% ഫെയിലുവറാണ്. അല്ലാതെ 5-10% ഒന്നുമല്ല, 80%. എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കുടുംബങ്ങൾ, അടുത്ത കുടുംബങ്ങൾ തന്നെ നോക്കുമ്പോൾ പരാജയമാണ്. ഇതിന്ന് രക്ഷപ്പെടാൻ ഒരാൾ എങ്ങനെ പുറത്തു ചാടും? സന്യാസം അതൊക്കെ പോട്ടെ, അതൊക്കെ കുറച്ചു പേരല്ലേ പോവുള്ളൂ. മെജോറിറ്റി ഗൃഹസ്ഥന്മാരാണല്ലോ. നാളെ മക്കളെയും ഒക്കെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവരാണല്ലോ പലരും ഇരിക്കണവര്. കല്യാണം കഴിച്ചു കൊടുക്കും, നമ്മൾ എന്ത് നോക്കും? അയാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, അയാൾ ഡോക്ടറാണ്, അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ജോത്സ്യൻ്റെ അടുത്ത് പോയി അത്യാവശ്യം ചേർത്തി തരാൻ പറഞ്ഞ് അദ്ദേഹം ചേർത്തിയും തന്നാൽ റെഡിയായി. ഒരു ഹമ്പക്ക്. എന്നിട്ട് ജീവിതം യേശുക്രിസ്തു പറഞ്ഞ പോലെ മണലാവുന്ന അടിത്തറയിൽ കെട്ടിപ്പടുത്ത വലിയ ബിൽഡിംഗ്. ഫൗണ്ടേഷൻ ഇല്ല, പാറയല്ല, വെറും മണ്ണിൻ്റെ മേലെ കല്ലില്ലാതെ ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടിപ്പടുത്ത 50 മാളിക ബിൽഡിംഗ് തകർന്നു വീണ എങ്ങനെ ഉണ്ടാവും? എന്തർത്ഥം? എന്തിന് ജീവിക്കണം? എന്തു പ്രയോജനം? അപ്പോ ഭഗവാൻ ചോദിക്കണ്ട് ഗീതയില്, അശാന്തസ്യ കുതസുഖം. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ശാന്തിയില്ലാതെ എവിടെ സുഖം? നെട്ടോട്ടം വട്ടോട്ടം ഓടുന്നു ലോകം മുഴുവനും. അപ്പൊ സുഖം വേണം എന്ന് ജീവൻ നിശ്ചയിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സുഖത്തിന് വിരോധിയായ വസ്തുക്കളെ ഒന്നിൽ കഴിയുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തള്ളി മാറ്റുക. അതിനെയാണ് സന്യാസം എന്ന് പറയുക. തള്ളി മാറ്റാൻ കഴിവില്ലെങ്കിൽ അതുകൊണ്ട് ആന്തരികമായി ബാധിക്കപ്പെടാതെ നിൽക്കുക. ഇതിന് യോഗം എന്ന് പേര്. 2 മാർഗം. സന്യാസം എന്താണ്? വലിച്ചെടുത്ത് എറിയുക.
രണ്ടാമത്തെ മാർഗം യോഗം എന്താണ് അതുമായിട്ട് ബാധിക്കപ്പെടാതെ നിൽക്കുക. രണ്ടു മാർഗമാണ് ഉള്ളത്. ഈ രണ്ടു മാർഗത്തിൽ ആദ്യത്തെ മാർഗത്തിനെ ഭഗവാൻ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ മാർഗത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറയണത്. ഈ മാർഗത്തിൽ യോഗമാർഗം, ഈ യോഗമാർഗത്തിൽ പതുക്കെ 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 പരിശീലിച്ചു വന്നാലും മതി എന്നാണ്. ഉള്ളിൽ ലക്ഷ്യബോധം ഉറപ്പിച്ചിട്ട് സഞ്ചരിക്കുക. ലക്ഷ്യം ലൗകികമായിട്ടൊന്നും അല്ല. നമ്മളുടെ സ്വത്ത് എവിടെ ഉണ്ടോ നമ്മളുടെ മനസ്സ് അവിടെ ഉണ്ടാവും, അല്ലേ? നമ്മളുടെ സ്വത്ത് എവിടെയാണോ നമ്മളുടെ മനസ്സ് അവിടെ ഉണ്ടാവും. നമ്മളുടെ സ്വത്ത് പാക്കറ്റിലാണെങ്കിൽ പാക്കറ്റിൽ എപ്പോഴും ശ്രദ്ധ ഉണ്ടാവും. നമ്മളുടെ സ്വത്ത് ബാങ്കിലാണെങ്കിൽ ബാങ്കിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. നമ്മളുടെ സ്വത്ത് ഓഫീസിലാണെങ്കിൽ ഓഫീസിനെ കുറിച്ച് ചിന്തിക്കും. നമ്മളുടെ സ്വത്ത് ആന്തരികമായി ശാന്തിയാണെങ്കിലോ അത് നഷ്ടപ്പെടുത്താതെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ പറയണത് നിങ്ങളുടെ സ്വത്ത് എന്താണെന്ന് ആദ്യം നിശ്ചയിക്കും. നിങ്ങളുടെ സ്വത്ത് പണമോ പ്രസിദ്ധിയോ ശരീരാരോഗ്യമോ കുടുംബ സൗഖ്യമോ ലോകത്തിൽ എന്തെങ്കിലുമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ആർക്കും ഈ വക കാര്യങ്ങളിലൊന്നും പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എപ്പോഴും സൗഖ്യമായിട്ട് ഇരിക്കുക എന്നുള്ളത് സാധ്യമല്ല. പണം എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും സാധ്യമല്ല. ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഇതൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ആത്മാവിലാണെങ്കിൽ, ശാന്തിയിലാണെങ്കിൽ, ശാന്തിയാണ് ആത്മാവിൻ്റെ സ്വരൂപം, ശാന്തിയിലാണെങ്കിൽ അത് നഷ്ടപ്പെടാതെ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞുതരാം. അതിനെ യോഗം എന്ന് പറയും. അത് ശാശ്വതമാണ്. അതൊന്നും നഷ്ടപ്പെട്ടു പോകുമില്ല. എത്ര കണ്ട് നേടിയോ അതങ്ങനെ തന്നെ നിൽക്കും, ഒരിക്കലും നഷ്ടമാവില്ല. അതിന് റിയാക്ഷനും ഇല്ല. നേരെ മറിച്ച് സുഖത്തിനൊക്കെ റിയാക്ഷൻ ഉണ്ട്. നമ്മൾ വല്ലാതെ സുഖിച്ചാൽ അത് കഴിഞ്ഞാൽ അടുത്തത് ഡിപ്രഷൻ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ സത്സംഗത്തിൽ തന്നെ ചിലര് ഇമോഷണലി റിയാക്ട് ചെയ്യും. സപ്താഹമൊക്കെ കഴിയുമ്പോൾ വല്ലാതെ ആനന്ദിച്ച് തുള്ളിയും ചാടിയും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ വരും. ചിലപ്പോൾ ഭജനയ്ക്കൊക്കെ വല്ലാതെ നർത്തനം ചെയ്യും, ലഹരി കാണിക്കും. അത് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. എന്തിനും മേലെ കയറിയ ചോട്ടിൽ വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. മേപ്പെട്ട് പോയാൽ ചുവട്ടിലേക്ക് വരും. ഭഗവാൻ പറയണത് അങ്ങടും ഇങ്ങടും പോവരുത്, അങ്ങോട്ട് നിൽക്കുക. നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം. ഈ ഇമോഷൻ, മനസ്സാണ് ഈ മേലയ്ക്കും ചുവട്ടിലേക്കും പോണതേ. എവിടെയൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ അവിടെയൊക്കെ മനസ്സുണ്ട്. ഇതറിഞ്ഞിട്ട് ശാന്തിയിൽ ഗ്രഡേഷനേ ഇല്ല, ശാന്തിയിൽ ഏറ്റക്കുറവൊന്നുമില്ല. ശാന്തി പൂർണ്ണമാണ്, ശാന്തി ആത്മാവിൻ്റെ സ്വരൂപമാണ് എന്നറിഞ്ഞ് ആന്തരികമായ ആ ശാന്തിയെ നേടിയിട്ട് അതിനെ നഷ്ടപ്പെടാതെ രത്നം പോലെ സൂക്ഷിക്കണം. ബാക്കിയൊക്കെ എന്ത് വേണമെങ്കിൽ ആവട്ടെ, എന്തൊക്കെ നഷ്ടമാണോ, പണം പോണോ പോട്ടെ, പേരും പ്രസിദ്ധിയും ഒക്കെ നഷ്ടമാവണോ നഷ്ടമാവട്ടെ, നമ്മളുടെ ശരീരത്തിൽ കയ്യും കാലും ഒക്കെ മുറിഞ്ഞു പോണോ പോട്ടെ, പക്ഷെ എന്തൊക്കെ പോയാലും ഈ ഉള്ളിലുള്ള എൻ്റെ വലിയ സമ്പത്തായിട്ടുള്ള ശാന്തി, ആ ശാന്തിയെ ഇനി മേലാൽ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ല എന്ന് തീരുമാനിക്കണം. ഇതിൽ ചിലപ്പോൾ നമുക്ക് സ്വാർത്ഥതയാണോ എന്നൊക്കെ തോന്നിപ്പോവും. സ്വാർത്ഥതയാണെങ്കിൽ ആ സ്വാർത്ഥത ഇരിക്കട്ടെ എന്ന് വെക്കാം. നമുക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് വല്ലാത്ത വിഷമം വരുമ്പോൾ ഇത് നടുവിൽ വരും, ശാന്തമായിട്ട് നിൽക്കണം എന്ന് തോന്നും. അപ്പോൾ ലോകത്തിലുള്ളവരൊക്കെ കരയുമ്പോൾ നമ്മൾ കരയാതിരുന്നാൽ ശരിയാകുന്നു, കരയാതെ നിന്ന് നോക്കുക. സ്വാർത്ഥമായിട്ട് ശാന്തിയെ പിടിച്ചു നിന്നിട്ട് ആ കരയണ ആളെ ഒന്ന് പോയി തൊടൂ. അയാൾക്ക് നിങ്ങൾ വലിയ അനുഗ്രഹം. കൂടെ കരയണവരെയൊക്കെ കാളും കരയാതെ ശാന്തമായിട്ട് നിൽക്കണവൻ അടുത്ത് വന്നിരുന്നാൽ അയാൾക്ക് ആശ്വാസം ഉണ്ടാവും. അപ്പം മനസ്സിലാവും നമ്മളുടെ സ്വാർത്ഥതയാണ് ലോകത്തിന് ഏറ്റവും വലിയ ഗുണം. ശാന്തിയെ പിടിക്കുന്നതിൽ സ്വാർത്ഥത, അത് ഏറ്റവും വലിയ നിസ്വാർത്ഥതയാണ്. ഈ ഒരു കാര്യം നിശ്ചയിച്ച് എൻ്റെ ജീവിത ലക്ഷ്യം ശാന്തിയാണെന്നും ഏത് അവസ്ഥയിലും പരാജയം ഉണ്ടായാലും ജലയം ഉണ്ടായാലും ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഈ ഉള്ളിലുള്ള ഈ വലിയ സമ്പത്തിനെ ഞാൻ ഇനിമേലാൽ നഷ്ടപ്പെടുത്തി കളയില്ല എന്ന് തീരുമാനിച്ച് ശ്രദ്ധയെ സദാ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ വടക്കു നോക്കി യന്ത്രം പോലെ ജീവിതം എങ്ങോട്ട് ഒഴുകിയാലും ബുദ്ധി ഈ ശാന്തിയെ രക്ഷിക്കുന്നതിൽ ആർക്കുണ്ടോ അയാളുടെ ജീവിത നിശ്ചയത്തിനെ വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയട്ടെ. ഗീതയിൽ വഴികാട്ടി ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകമാണിത്. അടുത്ത ശ്ലോകം നോക്കാം. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹി അനന്താശ്ച
ബുദ്ധയോ അവ്യവസായിനാം. വ്യവസായാത്മിക ബുദ്ധി. വ്യവസായം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി എന്നർത്ഥമല്ല, നിശ്ചയാത്മിക ബുദ്ധി എന്നർത്ഥം. ഉറപ്പിച്ച ബുദ്ധി, ലക്ഷ്യം ഉറപ്പിച്ച ബുദ്ധി, അത് ചലിക്കാത്ത ബുദ്ധി. ചലിക്കാത്ത ബുദ്ധി ഏതാണ്? ഏത് സ്വരൂപത്തിലെത്തി നിൽക്കണമോ, ഈശ്വരനിലെത്തി നിൽക്കണമോ ആ ബുദ്ധി ഇനി ചലിക്കില്ല. മറ്റേത് ബഹുശാഖാഹി അനന്താശ്ച എന്നാണ്. അനേകം വേരിയസ് ബ്രാഞ്ച്. ലൗകികന്മാർക്ക്, ജീവിതത്തിൽ ഈശ്വരൻ എന്നൊരു ലക്ഷ്യമില്ലാത്തവർക്ക്, ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യമില്ലാത്തവർക്ക്, പരിപൂർണ സ്വാതന്ത്ര്യം എന്നുള്ള ലക്ഷ്യമില്ലാത്തവർക്ക് അനേകം ശാഖകളിൽ ബുദ്ധി പോയി നിൽക്കും. അവർക്ക് പലതുമുണ്ട്. മക്കൾ നന്നായിട്ട് പഠിച്ചു വരണം, അത് മാത്രം പോരാ, അതിൻ്റെ ഇടയിൽ വേറെയൊരു മകളുടെ കുട്ടിക്ക് കല്യാണം കഴിയണം, അത് ശരിയായിട്ടില്ലെങ്കിൽ മനസ്സ് ചലിക്കും. അതുമാത്രം പോരാ, വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. നമ്മളുടെ ഷഷ്ടി പൂർത്തി കഴിക്കണം, ഷഷ്ടി പൂർത്തി കഴിച്ചു കഴിഞ്ഞാൽ അതിന് പണം ചെലവാകും, അതിനുള്ള പണമുണ്ടോ? 1000 കാര്യങ്ങളാണ്. നമ്മളുടെ പൂന്താനം പറയണ പോലെ വിഷു വരണു, ഓണം വരണു, അത് വരണു, ഇത് വരണു, ഓരോന്നിനും കാത്തിരിക്കും. ചെറിയ കുട്ടിക്കാലം മുതൽ ഉത്സവം, തേര് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് വലിയ സന്തോഷമാണ്. അപ്പോൾ തേര് വരണു എന്ന് പറഞ്ഞിട്ട് 1 മാസം മുമ്പ് തന്നെ സന്തോഷം. അതിനു വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും അതിങ്ങനെ കൂടി 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 വരും. അതിന് 2 ദിവസം മുമ്പ് അത് ഉയർന്നു നിൽക്കും. അന്നത്തെ ദിവസം വളരെ ഉത്സാഹമാണ്. അന്ന് രാത്രി ആകുമ്പോഴേക്കും പതുക്കെ പോകും, വിഷമം തുടങ്ങും. 2 ദിവസം കഴിഞ്ഞാൽ ഡിപ്രഷൻ, എല്ലാം പോയി ശൂന്യമായി, അവിടെ ഒന്നുമില്ലാതെ. ഇതൊന്ന് കുറേ കഴിയുമ്പോൾ പഠിച്ചു, ഇനി ഈ ഉത്സാഹവും ഡിപ്രഷനും വരാൻ പാടില്ല. നമുക്ക് തന്നെ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ അനുഭവത്തിൽ നിന്നും കുട്ടികൾക്ക് പോലും പഠിക്കാം. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരും. നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ശാന്തി, പ്രസാദം, പ്രസന്നത, തെളിവുണ്ടാവും, ഉള്ളിൽ തെളിച്ചമുണ്ടാവും. ആ പ്രസന്നതയിൽ ചിത്തം ഉറയ്ക്കണതിനെ ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു. അയാൾ അവിടുന്ന് ചലിക്കില്ല എന്നാണ്. ഇനി എന്ത് സംഭവിച്ചാലും ചലിക്കില്ല എന്ന് ഉറപ്പിച്ചവൻ, അവന് ഏകത്തിലാണ് ബുദ്ധി. മറ്റേ ആൾക്ക് അനേകത്തിലാണ് ബുദ്ധി. ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചെതറിപ്പോയ ബുദ്ധിയാണ്. അവന് ശാന്തിയില്ല. അവൻ്റെ മനസ്സ് ഒരിക്കലും ഒരിടത്ത് വന്ന് നിൽക്കില്ല, നിശ്ചയിച്ച് നിൽക്കില്ല. ഈ യോഗിയുടെ ബുദ്ധി ആവട്ടെ നിശ്ചയിച്ചു കഴിഞ്ഞു. രാമകൃഷ്ണ പരമഹംസർ പറയും, പട്ടണത്തിൽ 2 യാത്രികർ പോയി. ഒരാൾ ആദ്യമേ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ബാഗൊക്കെ അവിടെ വെച്ച് സ്വതന്ത്രമായിട്ട് കൈ വീശി നടക്കുന്നു, ഒക്കെ ഉത്സവം കാണാനായിട്ട്. വേറെ ഒരാൾ ലോഡ്ജൊന്നും കണ്ടിട്ടില്ല, വലിയൊരു ട്രങ്ക് പെട്ടി തലയിൽ വെച്ചുകൊണ്ട് നടക്കണു അത്ര റോട്ടിൽ കൂടെ. ഇതാണ് വ്യവസായാത്മിക ബുദ്ധി ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസം. ഒരാൾ നിശ്ചയിച്ച് ഉറപ്പിച്ച് എല്ലാം വെച്ചിട്ട് സ്വതന്ത്രനായി. മറ്റേ ആൾ ഇനിയും ലോഡ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അനേകം ആഗ്രഹങ്ങൾ, അനേകം ലക്ഷ്യം. അതൊന്നും നേടി തീരാനും പോണില്ല. ഒന്ന് തീർന്നു കഴിഞ്ഞാൽ വേറെ ഒന്ന് വരും. ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഇനിയൊരു ലക്ഷ്യം വരും. ഇത് അവസാനിക്കാനേ പോണില്ല. ഇയാൾക്ക് സമാധാനം ഉണ്ടാവാൻ പോണില്ല. 90 വയസ്സാവട്ടെ ഉണ്ടാവില്ല. അപ്പോഴും ഇവർക്ക് ബുദ്ധി ഉറക്കില്ല. അവരുടെ ലക്ഷ്യം ലോകവിഷയങ്ങളാണ്, അനേക വിഷയങ്ങളാണ്. അപ്പം സമാധാനമില്ല. അപ്പം ഭഗവാൻ പറയണം, നിശ്ചയിക്കാം. എന്താ വേണ്ടത്? നിശ്ചയമായ ശാന്തി വേണോ, അതോ അല്പസ്വല്പം വസ്തുക്കൾ വേണോ? ഇത് നിശ്ചയിച്ചുറപ്പിച്ചാൽ നമുക്ക് ശാന്തിയാണോ ജീവിതത്തിൽ കിട്ടാൻ പോണത്, അശാന്തിയാണോ? ഇതൊക്കെ നിയമമാണ്. എന്ത് വേണമെങ്കിൽ തെറ്റാം, ഈ നിയമമൊന്നും തെറ്റില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ ശാശ്വത നിയമങ്ങളാണ്. ഇതിൽ വിശ്വാസമൊന്നും ആവശ്യമില്ല. വാസ്തവത്തിൽ നമ്മളുടെ പുരാണങ്ങളിലോ എവിടെയും വിശ്വാസം എന്നുള്ള വാക്കേ കാണാനില്ല. അതൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളിൽ നിന്നോ മുസ്ലിംസിൽ നിന്നോ കടമെടുത്തതാണ്. നമ്മൾ ഉണ്ടോയെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിനാണ് വിശ്വസിക്കേണ്ടത്. ഉറപ്പുള്ള കാര്യത്തിന് എന്തിനു വിശ്വസിക്കണം? വിശ്വാസം എന്നുള്ള വാക്കേ നമ്മളുടെ ശാസ്ത്രത്തിലില്ല. അവിടെ ശ്രദ്ധ, ഭക്തി, ഇതാണ് വാക്ക്. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താ? ഉള്ള വസ്തുവിനെ കാണുമ്പോൾ ഏർപ്പെടുന്ന അറ്റൻഷനാണ് ശ്രദ്ധ. ഭക്തി എന്ന് വെച്ചാൽ അതിനോടുള്ള പ്രേമമാണ്, അത് വിശ്വാസമല്ല. ഞങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കണു എന്ന് വെച്ചാൽ അത് എന്ത് അർത്ഥം? ഈശ്വരൻ വിശ്വസിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല, ഭക്തി ചെയ്യേണ്ട ആളാണ് ഈശ്വരൻ. പ്രേതത്തിനെ വേണമെങ്കിൽ വിശ്വസിക്കാം. എന്താണെന്ന് വെച്ചാൽ ഉണ്ടോയെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് വിശ്വസിക്കാം. കണ്ടിട്ടില്ല. ഭൂതം, പ്രേതം, ഇതിലൊക്കെ വേണമെങ്കിൽ വിശ്വാസം എന്ന് പറയാം. ഈശ്വരനിൽ വിശ്വാസമല്ല,
ഭക്തി, ശ്രദ്ധ. അതേപോലെ ഇവിടെ ശ്രദ്ധ, വ്യവസായാത്മിക ബുദ്ധി ആർക്കുണ്ടോ അയാളുടെ ജീവിതത്തിനെ മുഴുവൻ ശ്രദ്ധ നിയന്ത്രിക്കും. വ്യവസായാത്മിക ബുദ്ധി ഇല്ലാത്തവന്റെ ജീവിതത്തിനെ കാമം നിയന്ത്രിക്കും. ഇതാണ് നിയമം. ഇത് മാറ്റാൻ പറ്റാത്ത നിയമമാണ്. ഈ നിയമത്തിനെ അറിഞ്ഞ് സ്വാതന്ത്ര്യം വേണോ അടിമത്തം വേണോ എന്ന് നിശ്ചയിച്ചിട്ട് ജീവിക്കുക എന്നാണ് ഭഗവാൻ പറയണത്. നാളെ ഈ ശ്ലോകം പ്രധാനമായിട്ട് പറഞ്ഞ് നാളെ നമ്മളുടെ ഗീതായജ്ഞം 11 ദിവസത്തെ ഏകാദശാഹം, 11 ദിവസത്തെ ഭഗവത്ഗീതായജ്ഞം ഇവിടെ സമ്പൂർത്തിയാവണം. നാളെ വൈകുന്നേരം, മറ്റന്നാളെ മുതൽ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ച്, അവിടെയുള്ള സമൂഹമഠം ഹാളിൽ വെച്ച് ഭഗവത്ഗീത ഭക്തിയോഗം പ്രഭാഷണമുണ്ട്. മറ്റന്നാൾ മുതൽ നാളെ ഇവിടുത്തെ ഗീതായജ്ഞം വൈകുന്നേരം പൂർത്തിയാവുന്നു. ഏകാദശാഹം. അത് അടുത്ത വർഷം പിന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം പ്രധാനമായ ടോപ്പിക്കായിട്ട് നമ്മൾ ചെയ്യും. അത് അധികമായിട്ടും ധനുമാസം തന്നെ നടത്താം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ചൂടും മഴയും ഒക്കെ ഇല്ലാത്ത ഒരവസ്ഥ, ക്ലൈമറ്റ്. അപ്പോൾ അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് നാളെയോ പിന്നീടോ അറിയിക്കാമെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ വേദാന്ത നിശ്ചയം ഉള്ള ഒരു ഗ്രന്ഥമാണ്. പലരും ചോദിച്ചിരുന്നു, പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് സപ്താഹത്തിന് വന്നപ്പോൾ എന്നോട് ഒരുപാട് പേര് അന്വേഷിച്ചു അത് കിട്ടാനുണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഹസ്താമലകം, ആചാര്യസ്വാമികളുടെ ശിഷ്യനായ ഹസ്താമലകൻ്റെ ഗീതം, ഹസ്താമലക ഗീതം. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ഗൃഹീവനസ്തോ ഭിക്ഷുർനചാഹം നിജബോധരൂപ എന്ന് ആരംഭിക്കുന്ന ആത്മഗീതമാണ്. അനുഭൂതിയുടെ ആ പാട്ട്, അതിൻ്റെ കാസറ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ പുസ്തകവുമുണ്ട്. ഹസ്താമലക ഗീതം പുസ്തകവുമുണ്ട്. CD, കാസറ്റല്ല, CD ഉണ്ട്. അതിൻ്റെ 6 ദിവസത്തെ പ്രഭാഷണം, കൊച്ചിയിൽ വെച്ച് ചെയ്ത പ്രഭാഷണം അതിൻ്റെ പൂർണ്ണമാണ്. അത് കേട്ടവരൊക്കെ പറഞ്ഞു ഇതൊന്നു മാത്രം മതി, ഈ 6 കാസറ്റ് പൂർണ്ണമാണെന്ന്. ആ 6 കാസറ്റും കൂടെ ഒരു CD-യിലായിട്ട് ഇവിടെ ഉണ്ട്. അതേപോലെ അതിൻ്റെ പുസ്തകമുണ്ട്. അതിൻ്റെ ശ്ലോകങ്ങളും വ്യാഖ്യാനവുമായിട്ടുള്ള മലയാളത്തിൽ ചെറിയ പുസ്തകം അതും ഉണ്ട്. അത് അനൗൺസ് ചെയ്തില്ല, ഇന്നലെയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതും കൂടെ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം.